ദൃശ്യങ്ങൾ കണ്ടോ നിങ്ങൾ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയും KSU സംസ്ഥാന അധ്യക്ഷനും ഒരു കയ്യകലം പോലുമില്ല, അത്രയും തൊട്ടുരുമി നിൽക്കുന്നു. ചേർത്ത് പിടിക്കേണ്ട, വൈറലായ പൂക്കി ചിരി വേണ്ട, ഒന്ന് നോക്കിക്കൂടെ? എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് അലോഷ്യസ് സേവ്യർ, ചിരിക്കുന്നുമുണ്ട്. പക്ഷേ മുഖം കൊടുത്തില്ല മുഖ്യൻ. എത്ര പേരുടെ മുന്നിലാണ് ഇന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ നാണം കെട്ടത്? ഹിന്ദു ഐക്യവേദി നേതാക്കളെ കാണാൻ മുഖ്യമന്ത്രിക്ക് സമയമുണ്ട്. മന്ത്രിസഭാ യോഗത്തിന് ശേഷം നീലക്കുയിലിനോട് ചിരിക്കാൻ സമയമുണ്ട്. പക്ഷേ വളർത്തി വലുതാക്കിയ പ്രസ്ഥാനത്തെ കാണാൻ, ഒന്ന് കേൾക്കാൻ സമയമില്ലേ? വന്ന വഴി മറക്കരുതെന്ന് നേതാവിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇന്ന് കോൺഗ്രസുകാർ. നേതാവിന് മിണ്ടാൻ അനുവാദമില്ലെങ്കിൽ പിന്നെ എന്തിന് KSUവിൽ ചേരണമെന്ന് നാളെ ചോദിക്കില്ലേ വിദ്യാർത്ഥികൾ? നാളെ അലോഷ്യസ് സേവ്യർ നടന്നു പോകുമ്പോൾ KP ശശികലയ്ക്ക് കിട്ടിയ പരിഗണന പോലും കിട്ടാത്തവനെന്ന് കളിയാക്കില്ലേ? മുഖ്യമന്ത്രിയെ തിരുത്താനാണെങ്കിൽ KPCCക്ക് ഒരു അധ്യക്ഷൻ വേണ്ടേ? പാർട്ടിയിൽ സതീഷിനെതിരെ പടയൊരുക്കമാണോ? നമുക്കൊപ്പം അതിഥികളായി കോൺഗ്രസിൽ നിന്ന് ജിൻഡോ ജോൺ, CPMൽ നിന്ന് AK ഷാനിഫ്, രാഷ്ട്രീയ നിരീക്ഷകൻ MN കാരശ്ശേരി, മാധ്യമപ്രവർത്തകൻ KG ജ്യോതിർഘോഷ് എന്നിവരാണ് അതിഥികളായി ചേരുന്നത്. ആദ്യം ശ്രീ ജിൻഡോ ജോൺ, നോക്കൂ, കേരളം ഭിന്നിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന, കേരളത്തിൽ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന KP ശശികലയെ കാണാൻ മുഖ്യമന്ത്രി VD സതീശന് സമയമുണ്ട്. ഹിന്ദു ഐക്യവേദി നേതാവ് RV ബാബുവിനെ കാണാൻ സമയമുണ്ട്. തുഷാർ വെള്ളാപ്പള്ളിയെ കാണാൻ സമയമുണ്ട്. ജിൻഡോയ്ക്കും ഓർമ്മയുണ്ട്, പ്രേക്ഷകർക്കും ഓർമ്മയുണ്ടാകും വെള്ളാപ്പള്ളി സതീഷിനെതിരെ ഉപയോഗിച്ച പദപ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന്. എന്തുകൊണ്ടാണ് KPCCയുടെ ജനറൽ സെക്രട്ടറിയായ PM നിയാസിനെ കാണാൻ മുഖ്യമന്ത്രിക്ക് സമയമില്ലാത്തത്? KSU സംസ്ഥാന അധ്യക്ഷനെ കാണുമ്പോൾ ഒന്ന് മുഖത്തോട് മുഖം നോക്കാൻ കഴിയാത്ത പോകുന്നത് എന്തുകൊണ്ടാണ്? അല്ല, നിങ്ങൾ ആ വിഷയത്തെ കാണുന്നത് പോലെയല്ല എനിക്ക് പറയാൻ ആഗ്രഹം. അതങ്ങനെയല്ല ഞാൻ കാണുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹം വളരെ തിരക്കിട്ട് തേവരക്കുളയിൽ ഒരു ഫംഗ്ഷന് വരുമ്പോൾ, തിരക്കിട്ട് വരുമ്പോൾ ആൾക്കൂട്ടത്തിനിടയിലൂടെ നടന്നു പോകുന്നു. അവിടെയുള്ള മുഴുവൻ ആളുകൾക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയോ അവരെ വിഷ് ചെയ്യാനോ പറ്റിയ സാഹചര്യമല്ല. സ്വാഭാവികമായിട്ടും വലിയ പബ്ലിക് മീറ്റിങ്ങിന് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം സാഹചര്യങ്ങൾ ഞങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. നേതാക്കന്മാർക്ക് എല്ലാവരെയും വിഷ് ചെയ്യാനോ പ്ലീസ് ചെയ്തിട്ടോ പോകാനുള്ള സമയം കിട്ടില്ല. അങ്ങനെ യാദൃശ്ചികമായിട്ട് സംഭവിച്ചതായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനപ്പുറത്ത് ഒരു ഇന്റൻഷനോട് കൂടി അദ്ദേഹം അവഗണിച്ചതാണോ എന്ന് ചോദിച്ചാൽ എനിക്കതിനൊരു ഉത്തരവില്ല. അങ്ങനെ ആയിരിക്കാൻ ഒരു തരത്തിലും സാധ്യതയില്ല എന്നുള്ളതാണ് ആ വിഷയത്തിലൊരു ടേക്ക്. പിന്നെ രണ്ടാമത്തത്, ശശികലയും RV ബാബുവും അടക്കമുള്ള ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാരോ BJPയുടെ നേതാക്കന്മാരോ മറ്റാര് ചെന്നാലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാൻ പറ്റും. കേരളത്തിലെ ഏതു പൗരനും, രാഷ്ട്രീയത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായിട്ട് ആര് ചെന്നാലും അദ്ദേഹത്തെ കാണാൻ അവസരം കിട്ടും. ഞാൻ പറയട്ടെ, ഞാൻ അതിലേക്കാണ് വരുന്നത്. അലോഷ്യസ് സേവ്യർ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹം പ്ലീഡർ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഷ്ട്രീയ നിയമനങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ KSUവിൻ്റെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാനാണ് അദ്ദേഹം കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടുന്നത്. സ്വാഭാവികമായിട്ടും വലിയ തിരക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വസതിയിലൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട ആളുകളാണ് അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത്. കാരണം ആ തിരക്കിനിടയിൽ അലോഷ്യസുമായി നേരിട്ട് അത്രയും സമയം ചെലവഴിച്ച ഒരു മീറ്റിങ്ങിനോ ഒരു കൂടിക്കാഴ്ചയ്ക്കോ ചിലപ്പോൾ അവസരം ഉണ്ടായിട്ടുണ്ടാകില്ല. അതുകൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും അലോഷ്യയോ ബഹുമാന്യനായ മുഖ്യമന്ത്രിയോ ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറയുന്നത് വരെ ആ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എനിക്ക് മറ്റൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. അതിനപ്പുറത്ത് നിങ്ങൾ ഒരു തരത്തിലും അലോഷ്യയെ കാണാതെ ഹിന്ദു ഐക്യവേദി നേതാക്കന്മാരെ കണ്ടു എന്നുള്ള നരേറ്റീവിനെ ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കേരളത്തിലെ എല്ലാ ആളുകളെയും കാണാൻ ബാധ്യതപ്പെട്ട ഒരാളാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, കോൺഗ്രസിന്റെ മാത്രമല്ല. അല്ല, ഞാൻ അതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. ജിൻഡോ പറഞ്ഞ ആ വാചകത്തോട് പൂർണ്ണമായും യോജിക്കുന്നു. നോക്കൂ, ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ എന്താണ് എഴുതിയത്? ഞങ്ങൾ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു, അത് പരിഗണിക്കാമെന്ന്, അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെന്നാണ് RV ബാബു എഴുതിയത്, KP ശശികല എഴുതിയത്. ആ എഴുത്തെഴുതാൻ പോകട്ടെ, ജിൻഡോ നേരത്തെ വളരെ നൈസായിട്ട് പറഞ്ഞു, കണ്ടു കാണില്ല, തിരക്കായിരിക്കും. എത്ര അടുത്തായിരുന്നു അലോഷ്യസ് സേവ്യറും മുഖ്യമന്ത്രിയും എന്ന് കേരളം ഇന്ന് കണ്ടതാണ് ശ്രീ ജിൻഡോ ജോൺ. അങ്ങനെ അങ്ങ് പറഞ്ഞൊഴിയാൻ പറ്റുമോ? അല്ല, എനിക്ക് അതിൽ ബോധ്യപ്പെട്ടൊരു കാര്യം ഞാൻ പറഞ്ഞതാണ്. അതിനപ്പുറത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായവും നിരീക്ഷണവും പറയാം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. RV ബാബുവും ശശികലയും ഒക്കെ മുഖ്യമന്ത്രിയെ കണ്ടു, ഫോട്ടോ എടുത്തു, ഫേസ്ബുക്കിലിട്ടു. മറ്റാർക്കും കാണാം. CPM നേതാക്കന്മാർക്കോ BJP നേതാക്കന്മാർക്കോ പൊതുപ്രവർത്തകർക്കോ സാധാരണക്കാർക്കോ ആർക്കും മുഖ്യമന്ത്രിയെ കാണാം. ഫയൽ കൈമാറുന്നതിൻ്റെ, നിവേദനം കൈമാറുന്നതിൻ്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടാം. അനുഭാവപൂർവ്വം സ്വീകരിച്ചു എന്നുള്ളത് അവരുടെ വേർഷനാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, എൻ്റെ പൂർണ്ണമായ ബോധ്യം, സംഘപരിവാർ നേതാക്കന്മാരെ
അനുഭാവപൂർവ്വം അവരുടെ വിഷയങ്ങൾ പരിഗണിക്കാമെന്ന് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവരുടെ വിഷയത്തിൽ വർഗീയ താല്പര്യങ്ങളുണ്ടെങ്കിൽ ഒരു തരത്തിലും അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പകരം അദ്ദേഹത്തെ കണ്ടതിനെ വേറെ രീതിയിൽ പറയാൻ പാടില്ല. ആർക്കും കാണാം. പക്ഷേ ഇന്ന് അലോഷിയെ കാണാതെ അദ്ദേഹം ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ആ തിരക്കിൻ്റെ ഭാഗമായിട്ടായിരിക്കും. അതിനപ്പുറത്തൊരു ബുദ്ധിമുട്ട് അലോഷിയോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ബഹുമാനിയായ മുഖ്യമന്ത്രിയോ പറയുന്നത് വരെ അക്കാര്യത്തിൽ ഒരു വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറയാൻ എനിക്ക് സാധിക്കുന്നില്ല. കാരണം അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ പ്രശ്നം മാത്രമായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. അതിന്റെ ചില ഭാഗങ്ങൾ മാത്രമേ വായിക്കുന്നുള്ളൂ. ശ്രീ ജിൻഡോ ജോൺ, KSUക്കാരെ ക്യാമ്പസിൽ തല്ലുന്നതിന് പിന്തുണയ്ക്കുന്നവരെ ന്യായീകരിക്കാൻ എന്റെ നാവ് പൊന്തില്ല. വീട്ടുകാർ കോൺഗ്രസ് ആയതിന്റെ പേരിൽ കൊടുക്കേണ്ടതല്ല രാഷ്ട്രീയ നിയമനങ്ങൾ. നിയമനം കിട്ടിയവരിൽ പലരും അകന്ന ബന്ധുക്കളുടെ പോലും വിദൂര കോൺഗ്രസ് ബന്ധം ചെയ്യുന്ന തിരക്കിലാണ്. കിട്ടിയ പോസ്റ്റിൽ എങ്ങനെയും അള്ളിപ്പിടിച്ചിരിക്കണമല്ലോ എന്ന്. അപ്പോൾ അതോ മാത്രമല്ല, നീലപതാക പിടിക്കാൻ ഈ ഒരു കാര്യവുമില്ലാത്ത പിള്ളേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നുകൂടി. ഇത് ആരെഴുതിയ പോസ്റ്റാണ്? അതിലെന്താ സംശയം? അതിന്റെ മുകളിൽ ആരാ എഴുതിയെന്നറിയാലോ. എന്തുകൊണ്ടാണ് ശ്രീ ജിൻഡോ ജോൺ അങ്ങനെ ഒരു പോസ്റ്റ് എഴുതേണ്ടി വന്നത്? എൻ്റെ പോസ്റ്റ് കൃത്യമായിട്ട് എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താനാണ്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. പേജിലെ പോസ്റ്റും കമൻറ്റും അതിൻ്റെ ലൈക്കും ഒക്കെ ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ അതിൽ ഉത്തരവാദിത്വം എനിക്കുണ്ട്. ആ പോസ്റ്റ് എഴുതാനുള്ള സാഹചര്യം കേരളത്തിലെ ഗവൺമെൻറ് ലീഡർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നിയമനങ്ങളിൽ CPM-ൻ്റെയും അല്ലെങ്കിൽ BJP-യുടെയും ഒക്കെ പ്രവർത്തകരായിരുന്ന ആളുകളുടെ പേര് വന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നു. അതുമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് KSU പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വിമർശനം വരുമ്പോൾ ആ വിഷയത്തിലുള്ള നടപടിക്രമങ്ങളിൽ ശരിയല്ലാത്ത ചില കാര്യങ്ങൾ നടന്നു എന്ന് തോന്നുമ്പോൾ അക്കാര്യത്തിൽ ഒരു വിയോജിപ്പ് പറയേണ്ടത് കൂടി ഒരു കോൺഗ്രസ് പ്രവർത്തകൻ, KSUവിലൂടെ വളർന്നു വന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു വ്യക്തിപരമായ തീരുമാനം കൂടിയാണ്. ആ അഭിപ്രായം ഞാൻ പറഞ്ഞു. അതിലെന്താണ് കുഴപ്പമുള്ളത്? അപ്പോൾ ഒരു അനീതി നടന്നു ഗവൺമെന്റ് പ്ലീഡറുമായി നിയമനവുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാം, അപ്പോൾ അതിൽ KSUവിന് ഒരു പരാതിയുള്ളത് പണ്ട് SFI പ്രവർത്തകയായിരുന്ന വ്യക്തി, അത് മാത്രമല്ല ഇപ്പോൾ TS ശരത്ത്, അത് സംഘപരിവാർ ബന്ധമുള്ള ആളാണ്, ABVP വഴി വളർന്നു വന്ന ആളാണ്. അത് മാത്രമല്ല BJP നേതാക്കളെ കേസുകൾക്കൊക്കെ വക്കീലായി വാദിച്ച ആളാണ് TS ശരത്ത് എന്നും കേൾക്കുന്നു. അപ്പം ഒന്ന് RSS, മറ്റൊന്ന് SFI, ഈ ബന്ധമുണ്ടെന്ന ആരോപണങ്ങൾ ശക്തമായി ഉയരുന്നു. ലോയേഴ്സ് കോൺഗ്രസിന് അതൃപ്തിയുണ്ട്. അപ്പോൾ ഒരു അനീതി നടന്നു എന്ന് ഒരു കോൺഗ്രസ്സുകാരനായ താങ്കൾക്ക് തോന്നുന്നുണ്ട്, ബോധ്യപ്പെടുന്നുണ്ട്? പർട്ടിക്കുലർ കേസസിൽ ആ പ്ലീഡർമാരുടെ എല്ലാവരുടെയും കാര്യത്തിലല്ല, ചില പ്ലീഡർമാരുടെ നിയമനത്തിൽ അനീതി നടന്നു എന്നുള്ളത് ബോധ്യത്തിലാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എനിക്ക് അത് തെറ്റാണെന്ന് തോന്നാത്തടത്തോളം കാലം അത് തിരുത്തേണ്ടതോ പിൻവലിക്കേണ്ടതോ ആയിട്ടുള്ള സാഹചര്യമില്ല. ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച കാര്യങ്ങൾ, കേരളത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്കും കോൺഗ്രസിലേക്ക് വരാം, UDF-ലേക്ക് വരാം. അങ്ങനെ വരുന്നവർ വരുന്ന സമയം തൊട്ട് UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും രാഷ്ട്രീയമാണ് പറയേണ്ടത്. ഇങ്ങനെ വരുന്ന ആളുകൾ ഫേസ്ബുക്ക് പേജ് പോലും ലോക്ക് ചെയ്ത് വെച്ച് അവരുടെ മുൻകാല രാഷ്ട്രീയം എന്തായിരുന്നു എന്ന് പോലും മറ്റൊരാൾക്കും കണ്ടെത്താൻ പോലും പറ്റാത്ത രീതിയിൽ അങ്ങനെ ഒളിവിൽ വന്ന് സംഘടനാ പ്രവർത്തനം നടത്തി എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നമുക്ക് ബോധ്യപ്പെട്ടില്ല. ഇവിടെ അടിയന്തരാവസ്ഥയൊന്നുമില്ല. കോൺഗ്രസ് ഒരു നിരോധിക്കപ്പെട്ട സംഘടനയല്ല. ഒരാൾക്ക് കോൺഗ്രസിൽ എപ്പോൾ വേണമെങ്കിലും ചേരുന്ന അന്ന് മുതൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയം പറയണം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ നിർബന്ധം. അതിനപ്പുറത്ത് അല്ലാത്ത ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വന്ന ആളുകൾ, അവരെ ശുപാർശ ചെയ്ത ആളുകൾ, അവരുടെ ലിസ്റ്റ് തയ്യാറാക്കിയ ആളുകളൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഇത് മുഖ്യമന്ത്രി മാത്രമാണ് ഉത്തരവാദി എന്നുള്ള രീതിയിലല്ല എൻ്റെ ടേക്ക്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിനാണ് ഇതിന്റെ ഉത്തരവാദിത്തം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത്തരം നിരീക്ഷണങ്ങൾ, ഇത്തരം വിമർശനങ്ങൾ തിരുത്തപ്പെടേണ്ടതാണ്, പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒരു താങ്കൾ ഇന്നും അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ താങ്കളുടെ പ്രതികരണത്തിൽ അത് വളരെ ക്ലിയർ ആണ്. താങ്കളുടെ നിലപാടിൽ ക്ലിയർ ആണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളെല്ലാം KPCC-യുടെ മാധ്യമ വക്താക്കളാണ്. താങ്കളെ പോലുള്ള മറ്റൊരു മാധ്യമ വക്താവാണ് രാജു പി നായർ. താങ്കൾക്കെതിരെയും VR അനൂപിനെതിരെയും പരാതി കൊടുത്തു. ഈ മീഡിയ പാനലിൽ നിന്ന് മാറ്റണമെന്ന് പരാതി കൊടുത്തു എന്ന് കേൾക്കുന്നു. എനിക്ക് അതിന്റെ ആധികാരികമായ പരാതി ഒന്നും ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഉറപ്പില്ല, കൺഫേം അല്ല. പക്ഷെ എന്നാലും കേൾക്കുന്നു. അങ്ങനെയുണ്ടോ? അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ചർച്ചകളിൽ ജിൻഡോ ജോൺ ഉണ്ടാകുമോ എന്നൊരു സംശയമുണ്ട്. അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ മടങ്ങി വരാം ശ്രീ ജിൻഡോ ജോണിലേക്ക്. ശ്രീ AK ഷാനിബ്, നോക്കൂ, ഇന്നിപ്പം ഇങ്ങനെ ഒരു ചർച്ച നടത്തുമ്പോൾ ഏത് അതിഥിയാണുള്ളത്? ശ്രീ MN കാരശ്ശേരി, നോക്കൂ, ഇത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം, അഭിപ്രായ സൗന്ദര്യമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആര്യ, ഞാൻ ഈ സമയത്ത് ഓർക്കുന്ന ഒരു പഴയ കഥയാണ്. ഇന്ത്യക്ക്
സ്വാതന്ത്ര്യം കൊടുത്തിട്ട് കാര്യമില്ല. അവർ പല ജാതിക്കാരും ഭാഷക്കാരും മതക്കാരും തമ്മിൽ തല്ലി നശിക്കും, അതുകൊണ്ട് സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല എന്ന് ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞിരുന്നു. അത് എത്രയോ കാലം കൊണ്ട് നമ്മളത് തെറ്റാൻ തെളിയിച്ചു. നമ്മൾ തമ്മിൽ തച്ച് പിരിയുമെന്നാണ് വളരെ ബുദ്ധിമാനും വലിയ പ്രഭാഷകനുമായിരുന്ന ചർച്ചിൽ അന്ന് പ്രവചിച്ചത്. ഇപ്പോൾ ഇവിടെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFും BJPയും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. UDF അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ്സുകാർ തമ്മിൽ തച്ച് ഭരണം തകരാറാകുന്ന നമ്മുടെ കുഴപ്പത്തിലാക്കും. അത് ഞാൻ കോൺഗ്രസ്സുകാരെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ അതിലെ അംഗങ്ങൾക്ക് അതിലെ ഗവൺമെൻറ്റിനെ വിമർശിച്ചുകൂടാ എന്നുള്ള തരത്തിൽ അച്ചടക്കം കമ്മ്യൂണിസ്റ്റുകാരുടെ അച്ചടക്കമാണ്. അത് കോൺഗ്രസിൻ്റെ പാരമ്പര്യത്തിലില്ല. കോൺഗ്രസ്സിൽ എന്നും പല ഗ്രൂപ്പുകളുണ്ടായിരുന്നു, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. വളരെ പഴയൊരു കഥ പറയാനാണെങ്കിൽ സാക്ഷാൽ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിട്ട് നാട് ഭരിക്കുന്ന ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മകള് ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് ഫിറോസ് ഗാന്ധി പല അഴിമതി കഥകളും പുറത്തു കൊണ്ടുവന്നിരുന്നു. അദ്ദേഹം റായ്ബറയിൽ നിന്നുള്ള MP ആയിരുന്നു ഫിറോസ് ഗാന്ധി അന്ന്. അപ്പോൾ കേരളത്തിലാണെങ്കിൽ കരുണാകരൻ ആൻ്റണി ഗ്രൂപ്പ് വഴക്ക് ശക്തമായിരുന്ന കാലത്ത് ഒരു ഗുണമുണ്ടായിരുന്നു. ഗവൺമെൻറ്റിനെ തിരുത്തുന്ന ഒരു പാർട്ടി നേതൃത്വവും പാർട്ടി നേതൃത്വത്തെ തിരുത്തുന്ന ഒരു ഗവൺമെൻറ്റും ആ തമ്മിത്തല്ലിന് ചില പ്രയോജനങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴുള്ള സ്ഥിതി വളരെ വ്യത്യാസമാണ്. എന്നുവെച്ചാൽ അന്ന് LDF UDF മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, അവരുടെ ആഭ്യന്തരമായ ഇത്തരം ഗ്രൂപ്പ് വഴക്കുകൾ, പരസ്പരമുള്ള വിമർശനങ്ങൾ മുഴുവൻ പ്രയോജനം കിട്ടാൻ പോകുന്ന ഒരു പാർട്ടി BJP പുറത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ LDF UDF എന്ന് മാറി മാറി വരുന്ന ഒരു താളം, ആ സമ്പ്രദായം ഇനി നടക്കാനിടയില്ല എന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന മട്ടിൽ, നമ്മളെ താക്കീത് ചെയ്യുന്ന മട്ടിൽ BJPയുടെ സാന്നിധ്യമുണ്ട്. മുഖ്യമന്ത്രി ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാരായ ശ്രീ RV ബാബുവിനെയും ശശികല ടീച്ചറെയും കണ്ടു എന്നത് ഒരു ഗുണമായിട്ട് കാണുന്ന ആളാണ് ഞാൻ. കാരണം ആർക്കും മുഖ്യമന്ത്രിയെ കാണാൻ അവസരമുണ്ടാകണം. അത് പാർട്ടിയുടെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ ഒന്നിൻ്റെയോ പേരിൽ നിഷേധിക്കപ്പെടാൻ പാടില്ല. അപ്പോൾ ഹിന്ദു ഐക്യവേദി നേതാക്കന്മാരെ കാണാൻ സമയമുണ്ടായി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല, അദ്ദേഹത്തിൻ്റെ ഗുണമാണ്. ഇതേ സമയത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക്, പ്രത്യേകിച്ച് ഇപ്പം ഇന്ന് ഇവിടെ കേട്ട മാതിരി KSUവിൻ്റെ നേതാവിന് കാണാൻ അവസരം ഉണ്ടായില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഗുണമാവാൻ വയ്യ. കാരണം KSUവിൻ്റെ നേതാവിനാണെങ്കിലും യൂത്ത് കോൺഗ്രസ് നേതാവിനാണെങ്കിലും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക്, ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രിയെ കാണാൻ അവസരമുണ്ടാകണം. അതെന്തുകൊണ്ടുണ്ടായില്ല എന്ന് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. കാരണം അതിൻ്റെ വാർത്തകളൊന്നും വന്നിട്ടില്ല, അവരാരും അതിനെപ്പറ്റി പ്രതികരിച്ച് ഞാൻ കണ്ടിട്ടും കേട്ടിട്ടുമില്ല. പക്ഷേ മുഖ്യമന്ത്രി ഇപ്പോൾ അദ്ദേഹം ഒരു തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണല്ലോ, 2 മാസമായിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ വിളിച്ചു പറയാറായിട്ടില്ല. കാരണം അവർക്ക് കുറച്ച് സമയം കൊടുക്കണമല്ലോ. ഇതൊക്കെ ആണെങ്കിലും ഏത് വ്യക്തി വന്നാലും കാണാൻ അവസരമുണ്ടാകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ വേണം. അതിലിപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം പിണറായി ഗവൺമെൻറ്റിന് മുമ്പുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി ഏത് നേരത്തും ഏത് സമയത്തും ആർക്കും എപ്പോഴും കടന്നു ചെല്ലാവുന്ന ഒരു നേതാവിനെയാണ്, ഒരു മുഖ്യമന്ത്രിയെയാണ്, ഒരു പൊതുപ്രവർത്തകനാണ് ഉമ്മൻചാണ്ടി നമുക്ക് കാണിച്ചു തന്നത്. ആ ഉമ്മൻചാണ്ടിയുടെ ഉദാഹരണമാണ് തനിക്ക് നല്ലത് എന്ന് ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ തിരിച്ചറിയും. മാത്രമല്ല ഇപ്പൊ തന്നെ തമ്മിൽ തല്ലുന്ന മട്ടിൽ പരസ്പരമുള്ള വിമർശനങ്ങളും ചെളിവാരി എറിയലുകളും നിർത്തേണ്ടതാണ്. അത് അങ്ങനെ പരസ്യമായിട്ട് വിഴുപ്പലക്കാൻ സമയമായിട്ടില്ല എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ, പ്രവർത്തകന്മാർ, KSU നേതാക്കന്മാർ തിരിച്ചറിയുന്ന ഞാൻ വിചാരിക്കുന്നു. കാരണം ഇതിൻ്റെ മുഴുവൻ
ഗുണഭോക്താവാകാൻ പോകുന്നത് BJP ആണ് എന്ന് അവർ ഓർത്തിരിക്കണം. കാരണം ഈ കോൺഗ്രസ്സുകാരെ കൊണ്ട് ഒരു രക്ഷയില്ല. ജനങ്ങൾ നോക്കിയിരിക്കുന്നുണ്ട്. ജനങ്ങളുടെ ജാഗ്രത വളരെ ശക്തമാണ് കേരളത്തിൽ. അതുകൊണ്ട് ആ ഒരു കരുതണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഒരു ചർച്ച നടക്കുമ്പോൾ ഷാനിബിനൊപ്പം മറുഭാഗത്തിരിക്കുന്നത് ജിൻഡോ ജോൺ ആണ്. ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചു. പക്ഷേ KPCC ശ്രീ ജിൻഡോ ജോണിനെ അതിഥിയായി ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വിട്ടു. അത് ജനാധിപത്യമാണ്. ഈ കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയനെതിരെ SFIO, DYFO എന്തെങ്കിലും ഈ രീതിയിൽ വിമർശനം ഉന്നയിച്ചിരുന്നോ? PM ശ്രീ അടക്കം നമ്മുടെ മുന്നിലുണ്ട്. ഉന്നയിച്ചെങ്കിൽ ഇതുപോലെ ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നോ? ഇവിടെ തീർച്ചയായും ശ്രീ ജിൻഡോ ജോൺ എൻ്റെ സുഹൃത്തായിരുന്നു. ഇപ്പോഴും സുഹൃത്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് സമ്മതിക്കുമെന്നറിയില്ല. അദ്ദേഹം സുഹൃത്ത് എന്ന് വിളിക്കുന്നതിനെയൊക്കെ വളരെ ഗൗരവത്തിൽ കാണുന്ന ഒരാളാണ്. എന്നാലും അദ്ദേഹം വളരെ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പരമാവധി പറയാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഈ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നതിൻ്റെ പരമാവധി അദ്ദേഹം നിലപാട് സ്വീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. പരസ്യമായൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ട് ഇത്തരമൊരു ചർച്ചയിൽ വന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നതിൻ്റെ മാക്സിമം ആ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ പറയാൻ ശ്രമിക്കുന്നു എന്നത് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ മാധ്യമങ്ങളിൽ കണ്ട ഒരു കാര്യം, KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ, അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ശ്രീ VD സതീശൻ്റെ തൊട്ടടുത്ത് നിന്നിട്ടും അദ്ദേഹത്തിന് മുഖം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അലോഷ്യസ് അദ്ദേഹത്തോട് ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് പോലും അതിനൊരു മറുപടിയായി പൂക്കിച്ചിരിയൊന്നും വേണ്ട, സാധാരണ മനുഷ്യന്മാർ ചിരിക്കുന്ന ഒരു ചിരിയെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചിരിക്കുന്നത് കാണാൻ, അല്ലെങ്കിൽ ഒരു അഭിവാദ്യം ചെയ്യുന്നതെങ്കിലും കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇത് കേവലം ഏതെങ്കിലും ഒരു തരത്തിലുള്ള ശ്രീ VD സതീശൻ്റെ ശൈലിയുമായി ബന്ധപ്പെട്ട പ്രശ്നമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമേ അല്ല. ഏത് വിഷയത്തിലാണ് ശ്രീ അലോഷ്യസ് സേവ്യർ ഇവിടെ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത്? അതൊരു ABVP-കാരനായിട്ടുള്ള ഒരാളെ സീനിയർ ഗവൺമെൻറ് പ്ലീഡറാക്കി വെക്കാൻ തീരുമാനത്തിനെതിരെയാണ് അലോഷ്യസ് സംസാരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പ്രവർത്തകയാണ് ജിയോണയാണ് അലോഷ്യസിന്റെ പ്രശ്നം. അല്ല, അത് മാത്രമല്ല, പ്രധാനമായും ഉന്നയിക്കാൻ ശ്രമിക്കുന്നത് ജിയോണയുടെ വിഷയമാണ്. ജിയോണ പണ്ട് പഴയ SFI പ്രവർത്തകയാണ്. എന്തായിരുന്നാലും ഇവിടെ കൈപ്പത്തി ചിഹ്നത്തിലാണ് ശ്രീ VD സതീശൻ മത്സരിച്ച് ജയിച്ചിട്ടുള്ളതെങ്കിലും നേരത്തെ കാരശ്ശേരി മാഷ് പറയുകയാണ്, കോൺഗ്രസ് ഇങ്ങനെ തമ്മിൽ തല്ലിയാൽ, കോൺഗ്രസ് ഇങ്ങനെ പരസ്യമായ അഭിപ്രായം പറയാൻ ശ്രമിച്ചാൽ അത് BJPക്ക് ഗുണം ചെയ്യും എന്നാണ്. ഇപ്പോഴും BJPക്ക് ഗുണം ചെയ്യുന്ന, RSSന് ഗുണം ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് എന്നുള്ളതാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ശ്രീ VD സതീശൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചെങ്കിലും RSSന് വേണ്ടി പ്രവർത്തിക്കുന്ന, സംഘ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ മുതൽ ഇന്ന് കേരളം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അദ്ദേഹം ഉയർത്തിയ ഒരു വരേണ്യബോധത്തിൻ്റെ ഒരു അടയാളം ഉണ്ടല്ലോ, ഞാനത് വിശദമായി പറയുന്നില്ല. അതുമുതൽ കഴിഞ്ഞ 10-25 വർഷക്കാലം കേരളത്തിൽ പ്രവർത്തിച്ച, കേരളത്തിൽ MLA ആയിരുന്ന, പ്രതിപക്ഷ നേതാവായിരുന്ന, പല തരത്തിലുള്ള ചുമതലകൾ വഹിച്ചിരുന്ന VD സതീശൻ എന്ന നിലയിൽ അറിയപ്പെട്ടിരുന്ന VD സതീശൻ ഏത് നിലയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തതെന്ന് കേരളത്തിന് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ വന്ദേ മാതരം എങ്ങനെയാണ് ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പൂർണ്ണമായി ആലപിക്കപ്പെട്ടത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ, തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ അദ്ദേഹം ഈ ഒരു യാത്ര, മംഗലാപുരം യാത്ര നടത്തിയതിൻ്റെ പിന്നിലുള്ള താല്പര്യം എന്താണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ് പ്ലീഡറുമായി ബന്ധപ്പെട്ട നിയമനം, അതിന് തൊട്ട് മുമ്പാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയം. അതുപോലെ തന്നെ ഈ പറയുന്ന RV ബാബുവിനെയും ശശികല ടീച്ചറെയും മുഖ്യമന്ത്രിയെ കാണാൻ കഴിയുന്ന തരത്തിൽ വളരെ എളുപ്പത്തിൽ
മുഖ്യമന്ത്രിക്ക് മുമ്പിൽ പോയിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ഇപ്പോൾ കാരശ്ശേരി മാഷ് അതിനെയൊക്കെ ലളിതവൽക്കരിച്ച് പറയുന്ന ഇവിടെ ഉന്നയിക്കപ്പെട്ടു. ഞാൻ ഷാനിബിനോട് ചോദിച്ച ചോദ്യമല്ല. ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഇങ്ങനെ വിമർശിക്കാൻ, പിണറായി വിജയനെ വിമർശിക്കാൻ പാർട്ടിക്കാർക്ക് ആർക്കെങ്കിലും കഴിയുമായിരുന്നോ? വിമർശിച്ചിരുന്നെങ്കിൽ ആ വിമർശനം നടന്ന വൈകുന്നേരം ഒരു ചർച്ചയിൽ, ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നോ ആ വ്യക്തിക്ക്? വിമർശനം കേൾക്കാത്തത് കൊണ്ടായിരിക്കുമല്ലോ പാർട്ടി കോട്ടകൾ പോലും ഇളകിപ്പോയത്. കുഞ്ഞികൃഷ്ണൻ, ടി.കെ. ഗോവിന്ദനൊക്കെ നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങളായി നിൽക്കുകയല്ല. ഇവിടെ വിമർശിക്കുന്നു. ഞങ്ങളുടെ സർക്കാരാണ്, ഞങ്ങളുടെ സർക്കാർക്ക് ഒരു തെറ്റ് പറ്റുമ്പോൾ ഞങ്ങൾ തിരുത്തുന്നു. ഇന്ന് അലോഷ്യസ് സേവറിന്റെ ശബ്ദം ഉറച്ചതാണ്. അത് ധീരമായൊരു നിലപാടാണ്. അങ്ങനെ പറയാൻ അലോഷ്യസ് സേവറിന് കഴിയുന്നില്ലേ കോൺഗ്രസിൽ? അതായത് ഈ എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ വളരെ നിഷ്കളങ്കമായി ഇതിനെല്ലാം പോസിറ്റീവായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. CPM, ഞാൻ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ ഈ ചർച്ച കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, കാണുന്നവർക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഞാൻ ഒരുപാട് കാലം കോൺഗ്രസിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയും പിന്നീട് കോൺഗ്രസിൻ്റെ തെറ്റായ കാര്യങ്ങൾക്കെതിരെ ശക്തമായി പരസ്യമായി പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞതിൻ്റെ ഭാഗമായി ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണ് ഞാൻ. എന്നോട് തന്നെയാണ് ആര് ചോദിക്കുന്നത് ഈ പാർട്ടിയിൽ ഇതെല്ലാം പറയാനുള്ള അവസരമില്ലേ എന്ന്. ഞാൻ പത്രസമ്മേളനം നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. ഞാൻ എന്തെങ്കിലും അഴിമതി നടത്തിയതിൻ്റെ പേരിലോ ഞാൻ ഏതെങ്കിലും തെറ്റായ തരത്തിൽ മറ്റേതെങ്കിലും തരത്തിൽ പ്രവർത്തിച്ചതിൻ്റെ പേരിലോ അല്ല. ഞാൻ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും എന്നോട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതില്ല. CPM-മായി ബന്ധപ്പെട്ട് ഞാൻ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. നോക്കൂ, ഇപ്പൊ താങ്കൾ ഉന്നയിച്ച ആ സത്യപ്രതിജ്ഞാ ദിവസം, ആ വിഷയത്തിലും എന്റെ ആദ്യം പ്രതികരിച്ചൊരു വ്യക്തിയാണ് ഡോക്ടർ ജിൻഡോ ജോൺ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കളിൽ ആദ്യം പ്രതികരിച്ച വ്യക്തിയാണ് ഡോക്ടർ ജിൻഡോ ജോൺ. നോക്കൂ, ഡോക്ടർ ജിൻഡോ ജോൺ ഇന്നും KPCC വക്താവായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അല്ല, ഞാനതാ പറയുന്നത്. ഞാൻ പറയുന്നത് കോൺഗ്രസിനകത്ത് ഞാൻ ഉണ്ടായിരുന്ന ഒരാളാണല്ലോ. എനിക്കറിയാമല്ലോ കോൺഗ്രസിനകത്ത് എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഞാനിപ്പോൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണല്ലോ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ എല്ലാ ജില്ലയിലും ഡിവൈഎഫ്ഐയുടെ ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്ലോക്ക് സമ്മേളനങ്ങൾ പൂർത്തിയാക്കി ജില്ലാ സമ്മേളനത്തിലേക്ക് പോവുകയാണ്. ജില്ലാ സമ്മേളനം പൂർത്തിയാക്കി ഇനിയിപ്പോൾ സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ ഓരോ സമ്മേളന വേദിയിലും പ്രതിനിധി സമ്മേളന വേദിയിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിരന്തരമായ ചർച്ചകൾ, വിമർശനങ്ങൾ, ആത്മവിമർശനങ്ങൾ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള, ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഈ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകൾ ഉൾപ്പെടെ ആ നേതാക്കളെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് അവരെ കൊണ്ട് മറുപടി പറയിപ്പിക്കുന്ന തരത്തിൽ വിമർശനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കരുതുന്നത് പോലെ ഇതുപോലെ TV ചാനലിൽ വന്നു നിന്ന് ഈ കാര്യങ്ങൾ അഭിപ്രായമായി പറയണമെന്നോ വിമർശനങ്ങൾ ഉന്നയിക്കണോ എന്നില്ല. ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ ഉൾപാർട്ടി ജനാധിപത്യമുള്ള ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വ്യത്യസ്തമായ രീതിയിലായിരിക്കും പ്രവർത്തിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് CPM പ്രവർത്തിക്കുന്നത്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത് പാർട്ടിക്കകത്ത് അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. എന്നാൽ കോൺഗ്രസിനകത്ത് മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. കേരളം വളരെ രാഷ്ട്രീയമായി, കേരളത്തിലെ സ്ത്രീകൾ, കുട്ടികളൊക്കെ വളരെ രാഷ്ട്രീയമായി, വൈകാരികമായി എടുത്തൊരു വിഷയമാണ് ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം. അതിൽ AD തോമസ് ഇന്ന് കേരള നിയമസഭയിൽ MLA ആണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞ പ്രസക്തമായ ചില വാചകങ്ങളുണ്ട്. അതൊന്ന് കേൾക്കാം. ഞങ്ങളൊന്നും മറക്കില്ല. പണ്ടൊക്കെ ഞങ്ങളുടെ അധികാരം ഭരണത്തിലേക്ക് വരുമ്പോൾ പലതും മറന്നു പോകുമായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏറ്റുവാങ്ങിയ മർദ്ദനങ്ങൾക്കും അവരുടെ ചോര ഈ കേരളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അതൊന്നും ഞങ്ങൾ മറക്കില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നടത്തിയ പോരാട്ടം, നവകേരള യാത്രയ്ക്കിടയിലൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരക്രമമൊന്നും കാണിച്ചില്ല. അവർ കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിൽ അവർ ഏറ്റുവാങ്ങിയ അതിക്രമങ്ങൾ, രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് പരിഹസിച്ചത് എന്ന് ഞങ്ങൾ മറക്കില്ല. മറക്കാൻ പറ്റില്ലല്ലോ. അതായത് ആ കുഞ്ഞുങ്ങളെ മറന്നു പോകുന്നതാണ് അതിൻ്റെ അർത്ഥം. അത് ഞങ്ങൾ മറക്കില്ല. ശ്രീ KG ജ്യോതിർഘോഷ്, ഈ ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം ഒരു കാര്യം മാത്രമാണ്. MR അജിത് കുമാറിനെതിരെ കർശനമായി നിലപാടെടുത്ത വ്യക്തിയാണ് ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശൻ. പക്ഷേ ഇന്ന് MR അജിത് കുമാറിനെതിരെ നടപടിയുണ്ടോ? DGP ആകുമോ? നമുക്കറിയില്ല. അതാണ് സ്ഥിതി. അതുമാത്രമല്ല, പല വിഷയങ്ങളിലും ഇപ്പോൾ ഈ അലോഷ്യസ് സേവറിനൊക്കെ ഇങ്ങനെ പ്രതികരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ചർച്ചയിലേക്ക് തിരികെ വരാം, ഒരു ചെറിയ ഇടവേള എടുത്തിട്ട്. ചർച്ചയിലേക്ക് തിരികെ സ്വാഗതം. ശ്രീ KG ജ്യോതിർഘോഷ്, നമ്മൾ നേരത്തെ കേട്ട VD സതീശന്റെ പ്രതികരണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ്,
അവർ കൊണ്ട തല്ല്, അവർ കൊണ്ട അവരേറ്റ മർദ്ദനം, അതൊന്നും ഞാൻ മറക്കില്ല, അതങ്ങനെ മറക്കാൻ കഴിയില്ലല്ലോ എന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞത്. പക്ഷേ നോക്കൂ, ഇപ്പോൾ MR അജിത് കുമാറിനെതിരെ ഒരു നടപടി ഉണ്ടാകുമോ? അറിയില്ല, ഉറപ്പില്ല. അതാണ് സ്ഥിതി. അത് മാത്രമല്ല, ഇപ്പോൾ KSUവിന്റെ സംസ്ഥാന അധ്യക്ഷന് കാണാൻ കാത്തിരിക്കേണ്ടി വരികയാണ്. KPCCയുടെ ജനറൽ സെക്രട്ടറിക്ക് കാണാൻ കാത്തിരിക്കേണ്ടി വരികയാണ്. വിമർശനം ഉന്നയിക്കുന്നവരെ കാണാനും അവരെ ഒന്ന് കേൾക്കാനും തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി? അത് വളരെ ലളിതമായ ഒരു വിഷയമാണത്. കാര്യം നമുക്ക് അതിനെ ഒരു യഥാർത്ഥ വിഷയം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാകും. ഈ ലീഡർമാരെ നിയമിക്കുന്നതിൽ എന്താണ് ഈ ഒരു കോളേജിൻ്റെ യൂണിറ്റ് KSUവിൻ്റെ യൂണിറ്റ് ഭാരവാഹികൾക്ക് കാര്യമെന്ന് അദ്ദേഹം ചോദിച്ചതിൻ്റെ മുഖഭാവം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. അദ്ദേഹം വളരെ വൈകാരികമായിട്ടാണ് പറഞ്ഞത്. അത് അടക്കി വെച്ച അമർഷം പുറത്തുവിട്ടിട്ടാണ് പറയുന്നത് സാധനം. അതേസമയത്ത് ക്യാബിനറ്റ് മീറ്റിങ്ങിന് ശേഷം ക്യാബിനറ്റ് ഡിസിഷൻ എടുത്ത തീരുമാനത്തിന് ശേഷമാണ് ഈ KSUക്കാർ ഈ തങ്ങളുടെ കുഞ്ഞുങ്ങളേറ്റ മർദ്ദനത്തെക്കുറിച്ച് മറക്കില്ല എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ രണ്ട് വൈകാരിക അവസ്ഥയിലാണ് ഈ രണ്ട് രീതിയിൽ പ്രകടനം നടത്തിയിരിക്കുന്നത്. ഇത് വളരെ ലളിതമാണെന്ന് പറയാൻ കാരണം ഈ വി ഡി സതീശൻ അധികാരത്തിൽ വരുന്നത് ഈ ജനാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിൻ്റെ സാങ്കേതികത്വത്തെ പരാജയപ്പെടുത്തിയിട്ടാണ്. കാരണം ജനാധിപത്യത്തിന് രണ്ട് സംവിധാനങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ ഏറ്റവും സൂക്ഷ്മവും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സംഗതി എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ സാംസ്കാരിക തലം, അതിൻ്റെ മൂല്യതലമാണ്. അതാണ് ഏറ്റവും പ്രധാനം. അത് എവിടെയെങ്കിലും ശോഷിക്കുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ സാങ്കേതികത വളരെ ശക്തമാക്കി വെച്ചിരിക്കുന്നത്. സാങ്കേതികമായിട്ട് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഈ പാർലമെൻ്ററി പാർട്ടിയുടെ ഭൂരിപക്ഷം നോക്കുകയായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിയാകേണ്ടിയിരുന്നത് KC വേണുഗോപാലാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലായിരുന്നു എങ്കിൽ പോലും. പക്ഷേ അതിനെ പരാജയപ്പെടുത്തി ആ സാങ്കേതികതയ്ക്ക് മേൽ ജനാധിപത്യ സംവിധാനത്തിൻ്റെ സാംസ്കാരിക വശം വിജയം നേടിയതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി തുടരുന്നത്. അപ്പോൾ നമുക്ക് സംഗതി ആലോചിക്കാവുന്നേ ഉള്ളൂ, എന്താണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു മത്സരം വരാൻ കാരണമെന്നുള്ളത്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രസ്താവനകൾ ഇറക്കിയ വ്യക്തികൾ, അതേപോലെ തന്നെ മാത്യു കുഴൽനാടൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, ഈ ഗവൺമെൻറ്റിനെ വലിയ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ അധികാരത്തിലേറ്റിയത്, അത് കാത്തു സൂക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര നീട്ടമായിരുന്നു. അതൊക്കെ വളരെ വ്യക്തമാണ് എവിടെയാണ് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ കേരളത്തിലെ ഒരു പുതിയൊരു നറേറ്റീവ്, ഇപ്പം മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു ആക്രമണവും, ഒരുപക്ഷെ പ്രതിപക്ഷം അദ്ദേഹത്തിന് ഭരിക്കാനുള്ള അല്ലെങ്കിൽ അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയെ വിലയിരുത്താനുള്ള സമയമായിട്ടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം തീവ്രമായ ഒരു ആക്രമണമോ അല്ലെങ്കിൽ പ്രതിഷേധമോ ഒന്നും തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല. ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ ആഭ്യന്തര പ്രശ്നം ഉണ്ടായിരിക്കാം. യെസ്, അതാണ് അതിലേക്കാണ് ഞാൻ വരുന്നത്. ഉദാഹരണത്തിന് അദാനി വിഷയത്തിൽ മുഖ്യമന്ത്രി അത്യാവശ്യം ഒരു വ്യക്തമായിട്ടൊരു മറുപടി നിയമസഭയിൽ പറഞ്ഞതാണ്. പക്ഷേ ഈ അദാനിയെയും BJPയെയും കണക്ട് ചെയ്തുകൊണ്ട് KC വേണുഗോപാൽ നടത്തിയ, പെട്ടെന്ന് നമ്മൾ പ്രഥമ ദൃഷ്ട്യാ നോക്കിയാൽ വലിയ അപകടമൊന്നും ഇല്ല എന്ന് നമുക്ക് തോന്നുമെങ്കിലും ആ ഒരൊറ്റ പ്രഖ്യാപനമാണ് ഈ വിഴിഞ്ഞം വിഷയത്തെ ഇത്രയും വലിയ ആളിക്കത്തിക്കുകയും അതോടൊപ്പം തന്നെ അതിന് തുടർന്ന് വരുന്ന ഒരു നറേറ്റീവ് ശ്രദ്ധിച്ച് നോക്കണം. വി ഡി സതീശൻ കേരളത്തിൻ്റെ അല്ലെങ്കിൽ RSSൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ പ്രതിനിധിയായിട്ടാണ് വി ഡി സതീശൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു നറേറ്റീവിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം കോൺഗ്രസിനകത്ത് നിന്നുണ്ടാവുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ പ്ലീഡർമാരുടെ പ്രശ്നം, നമ്മൾ ഈ കോൺഗ്രസിനെ പോലൊരു പാർട്ടി അല്ലെങ്കിൽ KSUവിനെ പോലൊരു സംഘടനയൊക്കെ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മെരിറ്റ് നോക്കാതെ പാർട്ടി മാത്രം നോക്കി വേണം നിയമനം നടത്താൻ എന്ന് ഒരു വാശി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ CPM ഒക്കെ അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അതാണ്. സർവകലാശാലകളാണെങ്കിലും PSC ആണെങ്കിലും എല്ലാ സ്ഥാപനങ്ങളും മെരിറ്റ് എവിടെയാണോ ആവശ്യമുള്ള സംഗതികൾ അവിടെയെല്ലാം പാർട്ടിക്കാരെ തള്ളിക്കയറ്റി അത്തരം സ്ഥാപനങ്ങളെല്ലാം ഇപ്പം നമ്മൾ എടുത്ത് നോക്കിയാൽ അറിയാം. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയൊക്കെ എടുത്ത് നോക്കി അറിയാവുന്നതാണ്. പക്ഷേ ഇവിടെയൊക്കെയാണ് ഈ കോൺഗ്രസിനകത്ത് സാധാരണ ജനങ്ങൾക്ക് ലേശം ഇപ്പോഴും ഈ ഒരു പ്രതീക്ഷ അവശേഷിക്കുന്നത്. ഉദാഹരണത്തിന് ഇവിടെ ലീഡർമാരുടെ നിയമനം എടുത്ത് നോക്കുക. അവിടെ ഒരു ആദ്യം പിന്നെ പാർട്ടിയിൽ നിന്നുണ്ടായിരുന്ന ആക്ഷേപം എന്ന് പറഞ്ഞാൽ ഈ ABVP പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയെ നിയമിച്ചു. പിന്നെ ഇപ്പോൾ SFIയുടെ എന്ന് പറയുന്നു, SFIയുടെ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയെ നിയമിച്ചു. അങ്ങനെയാണെങ്കിൽ ഇത്തരം ഒരു അക്കോമഡേഷൻ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ മാത്രമേ നടക്കത്തുള്ളൂ.
ഏതെല്ലാം രീതിയിലാണ് ഈ പറഞ്ഞതുപോലെ SFI ആയിട്ടുള്ള ധാരണ അടിസ്ഥാനത്തിലാണോ ഒരു മുൻ SFI പ്രവർത്തകയെ അല്ലെങ്കിൽ നേതാവിനെ ലീഡറാക്കിയത്, അതോ ABVP അതല്ലെങ്കിൽ പിന്നെ സംഘപരമായിട്ടുള്ള ധാരണ അടിസ്ഥാനത്തിലാണോ? ഇത് ഒരു ഗവൺമെൻറ് ലീഡറിൻ്റെ നിയമനത്തിൽ അതിനകത്ത് വരുന്ന കടന്നുകൂടുന്ന ഈ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി തന്നെ പറയുകയുണ്ടായി, മറ്റേ ലയേഴ്സ് കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റിൽ പെട്ടവരെ ഇവരെന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ ഒരു നറേറ്റീവിലേക്ക് ക്രിയേറ്റ് ചെയ്യുകയും ഇതിനകത്ത് ഈ ജനായത്വത്തിന് നമ്മൾ കൂട്ടുപിടിക്കുക. ജനായത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്ത് തോന്നുന്നത് എപ്പോഴും പറയാനുള്ള സംഗതിയല്ല. അത് ജനായത്വത്തിലെ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് അതിൻ്റെ സാംസ്കാരിക വശം എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഒരു വിഷയം ഒരു കോൺഗ്രസിൻ്റെ ഒരു KSUവിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പാർട്ടി മെമ്പർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു നേതാവായിക്കോട്ടെ, ഒരു പ്രസ്താവന ഇറക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ പൊതു താല്പര്യത്തെ സംരക്ഷിക്കണം, പാർട്ടിയുടെ താല്പര്യം സംരക്ഷിക്കണം, ഭരണത്തെയും സംരക്ഷിക്കണം. ഈ 3 സംഗതിയും കൂടെ ചേരുമ്പോൾ മാത്രമായിരിക്കും അത് ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇത് വരുന്നത്. ഇവിടെ നേരത്തെ കാരശ്ശേരി മാഷൊക്കെ പറയുകയുണ്ടായി, കോൺഗ്രസിനകത്തു നിന്നുള്ള ഒരു ഈ പ്രതികരണങ്ങളൊക്കെ പണ്ടും വിമർശനങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ വിമർശനം ഈ മെറിറ്റിലാണോ ഇവിടെ ഉണ്ടായിരിക്കുന്ന വിമർശനം, അതോ പാർട്ടിക്കുള്ളിലെ ഈ മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന ഒരു വിഭാഗീയതയുണ്ട്, ഒരു മത്സരമുണ്ട്, ആ മത്സരത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടാണോ ഈ വിമർശനം വന്നത് എന്നുള്ളതാണ്. മറിച്ച് ഈ ഗവൺമെൻറ് ഒരു തെറ്റാണോ എന്നുണ്ടെങ്കിൽ മെറിറ്റിൽ ആ തെറ്റിനെ ചോദ്യം ചെയ്യുന്ന വിമർശിക്കുന്ന നമുക്ക് സ്വാഗതം ചെയ്യാം. പക്ഷേ മറിച്ച് ഒരു വിഭാഗത്തിൻ്റെ താല്പര്യത്തിന് അനുസൃതമായിട്ട് മുഖ്യമന്ത്രിയെ ഈ പറഞ്ഞതുപോലെ പരമാവധി അസ്വസ്ഥനാക്കുകയോ അല്ലെങ്കിൽ പ്രഷറിലേക്ക് കൊണ്ടുവരികയോ അല്ലെങ്കിൽ പ്രതിച്ഛായ നശിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പാർട്ടിയിലെ ഒരു വിഭാഗത്തിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണോ ഈ വിമർശനം എന്നുള്ളതാണ് സാധാരണ ജനങ്ങളായ നമ്മളെപ്പോലുള്ളവർക്ക് ഉണ്ടാകുന്ന സംശയം. ശ്രീ ജിൻഡോ ജോൺ, ഈ താങ്കൾ ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ അത് വളരെ വൈകാരികമായൊരു കുറിപ്പ്, മനസ്സിൽ നിന്ന് വന്ന വാക്കുകൾ എന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നിയത്. അതിനുശേഷം ഇന്ന് കേൾക്കുന്ന വാർത്ത, താങ്കളെപ്പോലെ തന്നെ ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിന്റെ മുഖമാണ് രാജു പി നായർ, താങ്കൾക്കെതിരെയും VR അനൂപിനെതിരെയും KPCC അധ്യക്ഷന് പരാതി കൊടുത്തു. LDFന്റെ വാദങ്ങൾ ഉന്നയിക്കുന്ന, സർക്കാരിന്റെ വാദങ്ങളെ ദുർബലപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുമ്പോൾ എങ്ങനെ ചാനൽ ചർച്ചകളിൽ ഇനി വരാൻ കഴിയും എന്നുള്ളതാണ് രാജു പി നായർ പരാതിയായി നൽകിയതെന്ന് കേൾക്കുന്നു. ആധികാരികമായ പരാതി ഞാൻ കണ്ടിട്ടില്ല, അതുകൂടി പറയണമല്ലോ. അപ്പോൾ നാളെ മുതൽ ചാനൽ ചർച്ചകളിൽ താങ്കൾ ഉണ്ടാകുമോ എന്നൊരു ആശങ്ക കൂടിയുണ്ട്. ആര്യ, ഞാൻ ഈ ചോദ്യത്തിന് മറുപടി പറയാം. അക്കൂട്ടത്തിൽ എനിക്ക് അല്പം സമയം തന്നെ എനിക്ക് ഷാനീബിന് 1-2 കാര്യത്തിൽ മറുപടി പറയാനുണ്ട്. തീർച്ചയായിട്ടും താങ്കളുടെ ചോദ്യത്തിന് ആദ്യം മറുപടി പറയാം. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇതുവരെ എനിക്ക് നേരിട്ട് ഒരു തരത്തിലുള്ള അറിയിപ്പോ കിട്ടാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. എനിക്കെതിരെ അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എനിവേ, മാധ്യമങ്ങളിൽ അങ്ങനെ ചില സ്ക്രോളിംഗ് വാർത്തകൾ കണ്ടു. ആ വാർത്തകൾ ശരിയോ തെറ്റോ ആകട്ടെ, പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഞാൻ അങ്ങനെ സംഘടനാപരമായൊരു കാര്യം ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല, വീഴ്ച സംഭവിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് ഇക്കാര്യത്തിൽ എന്താണ്? KSUക്കാരെ വിമർശിക്കണമെന്നാണോ പാർട്ടിയുടെ നിലപാട്? അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി മറിച്ച് എന്നെക്കുറിച്ച് അത്തരം ആക്ഷേപങ്ങൾ ഉള്ളവർക്ക് പരാതി കൊടുക്കാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ പരാതി കൊടുത്തയാളും പരാതി വാങ്ങിയ സർക്കാരിന്റെ ഏതെങ്കിലും തീരുമാനവുമായി ബന്ധപ്പെട്ട് പരാതി ഉണ്ടെങ്കിൽ ആദ്യം ഉന്നയിക്കേണ്ടത് മുഖ്യമന്ത്രിയോടാണ്, അതല്ലെങ്കിൽ മന്ത്രിമാരോടാണ്, അതല്ലെങ്കിൽ KPCC അധ്യക്ഷനോടാണ്. അതിന് പകരം സമൂഹ മാധ്യമങ്ങൾ വഴി ആണോ പരാതികൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കേട്ടോ ശ്രീ ജിൻഡോ ജോൺ. ഞാൻ അദ്ദേഹത്തിൻ്റെ ആ അഭിപ്രായത്തെ ഞാൻ എതിർക്കുന്നൊന്നുമില്ല. ഞാൻ അങ്ങനെ വ്യക്തിപരമായി അദ്ദേഹത്തെ എതിർക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഡിസോൺ ചെയ്യുകയോ ചെയ്യുന്നില്ല. അദ്ദേഹം ആരെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നതെന്ന് എന്നെക്കുറിച്ചാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ ആശങ്കകളോ ഉണ്ടെങ്കിൽ ചോദിക്കാൻ ചില പ്ലാറ്റ്ഫോമുകളുണ്ട്. അത്തരം പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് കൃത്യമായ അറിവുകൾ കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾക്ക് അതിലൊരു ഉത്തരം കിട്ടാത്ത സാഹചര്യം വരുന്നത്. അത്തരം കാര്യങ്ങൾ അതിനുമായി ബന്ധപ്പെട്ട കൂടുതൽ ആഴത്തിലുള്ള വിശദീകരണം ഞാൻ മാധ്യമങ്ങളിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിവേ, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആശങ്കയുണ്ടെങ്കിൽ അദ്ദേഹം അതുമായി മുന്നോട്ട് പോകട്ടെ. പക്ഷേ പരാതി കൊടുത്തയാളും പരാതി കിട്ടിയ ആളും അല്ലാതെ മാധ്യമങ്ങൾക്ക് ആ വാർത്ത കിട്ടിയെങ്കിൽ ആ പ്രോസസ്സും ഒരു ശരിയായ രീതിയല്ല. തികച്ചും സംഘടനാപരമായി ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ഭാഗമായി നടക്കേണ്ട ഒരു പ്രോസസ്സിന്റെ ഭാഗമായുള്ള ഒരു കത്ത് അത്തരത്തിൽ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വിവരം പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ കൊടുത്തയാളോ കിട്ടിയയാളോ പറയാതെ പുറത്തു വരില്ല. അതും ശരിയല്ല. പിന്നെ ആരാണ് അങ്ങനെ ഒരു വാർത്ത കൊടുത്തതെന്നും കൂടി പരിശോധിക്കപ്പെടണം. അതും സംഘടനാ വിരുദ്ധ നടപടിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി എന്തായാലും അത്തരം അഭിപ്രായങ്ങളുള്ള ആളുകൾ ഈ പാർട്ടിയുടെ പൊതു നിലപാടിനെതിരായിട്ട് ഞാൻ പറഞ്ഞൊന്നും വിചാരിക്കുന്നില്ല. കാരണം പാർട്ടിയുടെ പൊതു നിലപാട് എന്താണെന്ന്
അങ്ങനെ കൃത്യമായിട്ട് ഈ കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. വ്യത്യസ്തമായ അഭിപ്രായം പലരും പറയുന്നുണ്ട്. പിന്നെ സർക്കാരിനെ 100% പിന്തുണച്ച് സംസാരിക്കില്ല അല്ല എൻ്റെ ഉത്തരവാദിത്വം എന്ന് വിചാരിക്കുന്നു. 100% സർക്കാരിനെ പിന്തുണയ്ക്കാൻ ശമ്പളം വാങ്ങുന്ന PRD ഉദ്യോഗസ്ഥരുണ്ട്. ഞാൻ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് വരുന്നതാണ്. കോൺഗ്രസിന് വേണ്ടി 100% സംസാരിക്കും. സർക്കാരിൻ്റെ ഭാഗമായിട്ട് വരുന്ന UDF സർക്കാരിൻ്റെ ഭാഗമായിട്ട് വരുന്ന നല്ല തീരുമാനങ്ങളെ, ജനകീയ തീരുമാനങ്ങളെ 100% പിന്തുണയ്ക്കും. അതിൻ്റെ അർത്ഥം സർക്കാരിൻ്റെ ഭാഗമായിട്ട് വരുന്ന, സർക്കാർ എന്ന് പറഞ്ഞാൽ മന്ത്രിസഭയും MLA മാരും മാത്രമല്ല ഉദ്യോഗസ്ഥരും കൂടി അടങ്ങുന്നതാണ്. അതിൽ പല രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകളുണ്ട്. അപ്പോൾ വരുന്ന മുഴുവൻ കാര്യങ്ങളെയും 100% പിന്തുണയ്ക്കൽ സർക്കാരിൻ്റെ PRD ഉദ്യോഗസ്ഥരുടെ ചുമതലയാണ്. അതെൻ്റെ ചുമതലയാണെന്ന് വിചാരിക്കുന്നില്ല. എനിവേ, അത്തരത്തിലുള്ള അഭിപ്രായങ്ങളുടെ പേരിലാണ് നടപടി എടുക്കുന്നതെങ്കിൽ ഈ ആവശ്യത്തിന് മുൻകാല പ്രാബല്യം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി എനിക്കുണ്ട്. മുൻകാല പ്രാബല്യം ഉണ്ടെങ്കിൽ എത്ര കാലം മുമ്പ് വരെ, ആരൊക്കെ വരെ എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. ഞാൻ അത് അവിടെ നിർത്തുകയാണ്, അതൊരു മറ്റൊരു വിഷയമായതുകൊണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്. കോൺഗ്രസിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉള്ളത് കൊണ്ട് അല്ല, അത് പരാതി ഉണ്ടെങ്കിൽ പരാതി കിട്ടുന്ന ആളുകൾ പരിശോധിച്ച് നടപടിയെടുക്കേണ്ടതാണ്. അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അത്തരം ഒരു പ്രവചനം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിവേ, ഇവിടെ സംസാരിച്ച വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. എനിക്കൊരു 2 മിനിറ്റ് തരണം. ഒന്ന്, കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസമുള്ളത് കൊണ്ട് ഈ ജനകീയ സർക്കാരിൻ്റെ, UDF സർക്കാരിൻ്റെ, VD സതീശൻ സർക്കാരിൻ്റെ ഒരു തീരുമാനങ്ങളും ജനകീയമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ പിന്നോട്ട് പോയിട്ടില്ല. ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കപ്പെടുന്നു, ഓപ്പറേഷൻ തൂഫാൻ നടപ്പാക്കപ്പെടുന്നു, മറ്റ് ജനകീയ പ്രവർത്തനങ്ങൾ നടപ്പാക്കപ്പെടുന്നു. ഞങ്ങൾ ഉന്നയിക്കുന്നത് തികച്ചും സംഘടനാപരവും രാഷ്ട്രീയമായിട്ടുള്ള നിയമനങ്ങളുള്ള വിഷയത്തെ കുറിച്ചാണ് പറയുന്നത്. ശ്രീ ജിൻഡോ ജോൺ, അതൊരു ചർച്ചാ വിഷയം തന്നെയാണ്. ഒരു തവണയല്ല, 2 തവണയല്ല, 3 തവണയൊക്കെയാണ് കറണ്ട് പോകുന്ന ഒരു ദിവസം. ഞാൻ എനിക്ക് സമയം തരികയാണെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ അവസാന ഭാഗത്ത് പറയാം. കാരണം എനിക്ക് മറ്റു ചില കാര്യങ്ങൾ പറയാനുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് മറുപടി ഉണ്ട്, അത് പറയുകയും ചെയ്യാം. ഇനി രണ്ടാമത്തത്, BJP ഇവിടെ വളർന്നു വരുന്നത് കൊണ്ട് കോൺഗ്രസിനകത്തുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ പുറത്തെങ്ങും ആരും അറിയാതെ രഹസ്യമായി പറഞ്ഞു തീർക്കണമെന്നുള്ള വാദത്തോട് എനിക്ക് യോജിപ്പില്ല. ഏത് BJPയെ കുറിച്ചാണ് സാർ നമ്മൾ സംസാരിക്കുന്നത്? സ്വന്തം പ്രധാനമന്ത്രിയുടെ കട്ടൗട്ടിന്റെ കാശ് പോലും കടത്തുന്നവർ, സ്വന്തം പാർട്ടിയുടെ കൊടി മറിച്ചു വിറ്റ് കോടികളും ലക്ഷങ്ങളും സമ്പാദിക്കുന്നവർ, പലചരക്ക് കടയുടെ പേരിൽ വ്യാജ ബില്ലുണ്ടാക്കി, വ്യാജ GST ബില്ലുണ്ടാക്കി പാർട്ടി ഫണ്ട് കൊള്ളയടിക്കുന്ന BJPയെ കുറിച്ചിട്ടാണോ? അവരെ ഒന്നും ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല. അയോധ്യ ക്ഷേത്രത്തിന്റെ മറവിൽ കോടിക്കണക്കിന് രൂപ കൊള്ളയടിക്കുന്ന BJPയെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല. കോൺഗ്രസിനകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞു വളർന്നു വന്ന ആളുകൾ തന്നെയാണ് ഇന്ന് കോൺഗ്രസിനെ നയിക്കുന്നത്. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ കോൺഗ്രസ് ഒരിക്കലും നശിച്ചു പോകില്ല, അങ്ങനെ നശിച്ചു പോകുന്ന സാഹചര്യവുമില്ല. അടുത്തത്, എനിക്ക് ഷാനിബിനോടാണ് ഒരു കാര്യം ചോദിക്കാനുള്ളത്. ഷാനിബ് എൻ്റെ സുഹൃത്ത് തന്നെയാണെന്നാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്. നമ്മൾ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒന്നിച്ചൊരു ചേരിയിൽ ഉണ്ടായിരുന്നപ്പോഴുള്ള വലിയ കാലത്തെ, ദീർഘകാലത്തെ പരിചയവും ബന്ധമൊക്കെ ഇപ്പോൾ നമ്മൾ അങ്ങനെ വിളിക്കാറില്ല, കാണാറില്ലെങ്കിലും ഞാൻ ആ രീതിയിൽ തന്നെ താങ്കൾ ഒരു സുഹൃത്തായിട്ട് കാണുന്നു. പക്ഷെ ഞാൻ സുഹൃത്തല്ല എന്ന് പറയുന്ന ആളുകൾ, എനിക്ക് പരിചയവും വ്യക്തിബന്ധവും ഇല്ലാത്ത ആളുകൾ, എൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാരെ വെട്ടിക്കൊന്നിടുന്നവരെ ന്യായീകരിക്കുന്ന ആളുകളെ ന്യായീകരിക്കുന്നവർ എൻ്റെ സുഹൃത്തല്ല എന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. എൻ്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങളുടെ പേരിൽ എന്നെ വിമർശിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല. താങ്കൾ എൻ്റെ സുഹൃത്താണെന്ന് പറയുമ്പോൾ തന്നെ മറ്റ് പല CPM നേതാക്കന്മാർ എൻ്റെ സുഹൃത്തല്ല എന്ന് പറയുന്നതിനും എനിക്ക് വ്യത്യസ്തമായ ഒരു ഭയവും ഇല്ല. അത് താങ്കൾ പാർട്ടി മാറിയതുകൊണ്ട് എൻ്റെ സുഹൃത്താകാതിരിക്കുന്നില്ല. മറ്റു പാർട്ടിയിലുള്ള പലരും വിവിധ വർഷങ്ങളോളം ബന്ധമുള്ള ആളുകൾ എൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തിനെ തീരുമാനിക്കുന്നത് രാഷ്ട്രീയം മാത്രം നോക്കിയിട്ടല്ല, ബന്ധങ്ങളുടെയും ദീർഘകാലത്തെ അടുപ്പം കൊണ്ടുകൂടിയാണ് ഞാൻ തീരുമാനിക്കുന്നത്. ഇനി അടുത്തത്, ABVP-കാർ വന്നതിനെ കുറിച്ചാണ് ഷാനിബിന്റെ ആശങ്ക. ABVP-കാർ മാത്രമല്ല ഷാനിബെ, SFI-കാർ കൂടി വന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. ഇവിടെ നിങ്ങൾ പറയുന്നു BJPക്ക് വേണ്ടി ഗുണം ചെയ്യുന്ന ഒരു സർക്കാരാണെന്ന്. ഒരു കാരണവശാലും ആകില്ല. VD സതീശൻ സർക്കാർ BJPക്ക് വേണ്ടി 1 ഇഞ്ച് സഹായം ചെയ്യുന്ന ഒരു സർക്കാർ ആയിരിക്കില്ല. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ ഭരിച്ച കാലത്ത് ADGPയുടെ നേതൃത്വത്തിൽ പൂരം കലക്കുകയും RSSകാരും കണ്ട കാര്യത്തിൽ SFIക്കും DYFIക്കും ഒരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. PM ശ്രീയും PM ഉഷയും PMAY ഒക്കെ നടപ്പാക്കിയപ്പോൾ ഒരു എതിരഭിപ്രായം ഉണ്ടായില്ല. കൊടകര കുഴൽപ്പണ കേസിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രക്ഷപ്പെട്ടപ്പോൾ, BJPക്ക് രക്ഷപ്പെടാൻ സൗകര്യം ചെയ്തു കൊടുത്തപ്പോൾ ഒരു എതിരഭിപ്രായം ഞങ്ങൾ കണ്ടില്ല. നിങ്ങളുടെ റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്ന CPIയുടെ നേതാവ് ചന്ദ്രശേഖരന്റെ കൈ തല്ലിയൊടിച്ച BJPക്കാർക്ക് രക്ഷപ്പെടാൻ വേണ്ടി കൂറുമാറിയ CPM നേതാക്കന്മാർക്കെതിരെയും SFIക്ക് ഒരു നിലപാടുണ്ടായില്ല. RSSകാരായിട്ടുള്ള ഗവർണർമാരെ കാണാതെ അത്താഴവും പ്രാതലും കഴിക്കില്ല എന്ന് പറഞ്ഞ് ക്ഷണക്കത്ത് കൊടുക്കുന്ന പിണറായി വിജയൻ കേരളം ഭരിച്ചപ്പോൾ നിങ്ങൾ എതിർത്ത് പറയുന്നത് ഞങ്ങൾ കണ്ടില്ല. BJPയുടെ 3 MLA-മാർ CPM-ന്റെ മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ചു വന്നിട്ട് നിങ്ങൾക്കൊരു പരാതിയുള്ളതായിട്ട് ഞങ്ങൾ കാണുന്നില്ല. അപ്പൊ അങ്ങനെ കുറെ കാര്യത്തിൽ നിങ്ങൾ പറയാൻ ആർജവമില്ലാത്ത കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നു എന്നുള്ളതാണ് ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അതിന്റെ പേരിൽ എത്ര ആക്ഷേപങ്ങൾ നേരിട്ടാലും അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടുപോകും. ഇനി ഒരു കാര്യം കൂടി പറയാം. ഇന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ പിന്തുണച്ച് നിലപാട് പറയുന്നത് കേട്ടു. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. SFIയുടെ, ഞങ്ങളെ എതിർക്കുന്ന, ഞങ്ങളെ തല്ലിക്കൊല്ലാൻ
നടക്കുന്ന SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ KSU സംസ്ഥാന പ്രസിഡന്റിനെ അഭിനന്ദിച്ചൊരു പോസ്റ്റും നിലപാടും പറഞ്ഞില്ലേ? ഇതുപോലെ ഞങ്ങൾക്കൊന്ന് അഭിനന്ദിക്കാൻ കഴിഞ്ഞ 10 വർഷക്കാലം SFIക്കാർ പിണറായി വിജയനെതിരെ ഒരു നിലപാടെടുത്തില്ല. ആ ക്ലിഫ് ഹൗസിലെ ഇസ്തിരിയിട്ട വസ്ത്രത്തിൽ മൂത്രമൊഴിച്ച് പ്രതിഷേധിച്ച മരപ്പട്ടിയുടെ പോലും ജനാധിപത്യ ബോധമില്ലാതെ മൗനികളായി നിങ്ങൾ ഇരുന്നില്ലേ? അതിന്റെ ഫലമാണ് ഇന്ന് നിങ്ങൾ തോറ്റിരിക്കുന്നത്. ഞങ്ങൾക്ക് 5 വർഷം കഴിഞ്ഞും ജയിക്കണമെങ്കിൽ ഒരു തരത്തിലും സന്ധി ചെയ്യുന്ന ഒരു നിലപാട് ഉണ്ടായിക്കൂടാ എന്നുള്ളതാണ് ഞങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള കോൺഗ്രസ് ബോധ്യം. ഞങ്ങൾ സ്വയം വിമർശനം നടത്തും, ഞങ്ങൾ ഉൾപാർട്ടി വിമർശനം നടത്തും. ആര്യ ഒരു കാര്യം കൂടി ഒറ്റ കാര്യം കൂടി ഷാനിബിനെ പുറത്താക്കിയത് ഷാനിബ് ഒരു ഇലക്ഷൻ സമയത്ത് വ്യക്തിയാധിഷ്ഠിതമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞതിന്റെ പേരിലാണ്. ഷാനിബിന് അത്തരം അഭിപ്രായങ്ങളുണ്ടെങ്കിൽ മുൻപേ പറയാമായിരുന്നു. ഷാനിബിനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മറ്റു പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ ഒറ്റ വാക്കിൽ പറയുന്നു, ഇലക്ഷൻ സമയത്ത് പാർട്ടിയെ അസ്ഥിരപ്പെടുത്തുന്ന രീതിയിലുള്ള അഭിപ്രായം പറഞ്ഞ് വ്യക്തിയാധിഷ്ഠിത അഭിപ്രായം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അത്തരത്തിലൊരു നിലപാടിലേക്ക് പോയത്. ഒന്നാമത്തെ കാര്യം. പിന്നെ DYFI ഇപ്പോൾ നടത്തുന്ന ആത്മവിമർശനം, 10 കൊല്ലം ഭരിച്ച സർക്കാർ അതിനുശേഷം 50 സിറ്റിംഗ് MLA-മാരും 13 മന്ത്രിമാരും തോറ്റതിന് ശേഷം, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ തോറ്റതിന് ശേഷം നിങ്ങൾ രഹസ്യമായി നടത്തുന്ന വിമർശനങ്ങളുടെ പേരിൽ നിങ്ങൾ അഭിമാനിക്കല്ലേ? നിങ്ങൾ ഭരിച്ച കാലത്ത് നിങ്ങൾ ഒരു വിമർശനം ഉന്നയിച്ചിരുന്നെങ്കിൽ ഇന്നും പിണറായി വിജയന് കപ്പലോടിച്ചുകൊണ്ട് കപ്പിത്താനായിട്ട് ഇരിക്കാമായിരുന്നല്ലോ. അപ്പൊ ജനാധിപത്യം എന്ന് പറയുന്നത് 10 വർഷങ്ങൾക്ക് തോന്നുന്ന ശേഷം തോന്നുന്ന ബോധോദയമല്ല. ഇനി ഒരു കാര്യം കൂടി. ശ്രീ ജിൻഡോ ജോൺ ജനക്ഷേമ പദ്ധതികളെ കുറിച്ച് പറഞ്ഞു. പ്രിയദർശിനി 100-ൽ 100 മാർക്ക്. പക്ഷേ നോക്കൂ, 3 നേരമാണ് കേരളത്തിൽ കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 3 എത്ര നേരാന്ന് പോലും അറിയില്ല. അരമണിക്കൂറോ 20 മിനിറ്റോ എത്ര സമയമാണ്? എപ്പോഴാണ് ഒരു അറിയിപ്പ് കൊടുത്തൂടെ? തീർച്ചയായിട്ടും റെസ്പോൺസിബിൾ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ അതെ, പാർട്ടിയുടെ താല്പര്യം, കേരളത്തിന്റെ താല്പര്യം, ഗവൺമെന്റിന്റെ താല്പര്യം ഇതൊക്കെ സംരക്ഷിച്ച് അഭിപ്രായം പറയേണ്ടതാണ്. പക്ഷേ ഈ ഡെമോക്രാറ്റിക് ആയിട്ട് ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് സ്വകാര്യമായി മാത്രം പരാതി പറയണമെന്ന് പറഞ്ഞതാ. അപ്പോ റെസ്പോൺസിബിൾ ജനാധിപത്യം ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പാർട്ടിക്കും കേരളത്തിലെ ഗവൺമെന്റിനും അർജന്റീനയുടെ ഫൈനൽ കളി കാണുമ്പോൾ കറണ്ട് പോയ എന്തായിരിക്കും ജിൻഡോന്റെ അവസ്ഥ? അല്ല, ഞാൻ കറണ്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ മൊബൈലിൽ കളി കാണാനുള്ള സംവിധാനം എനിക്കുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാനൊരു അർജന്റീന ഫാൻ തന്നെയാണ്. പക്ഷേ അതിന്റെ പേരിൽ കറണ്ട് പോകുന്നതിനെ ന്യായീകരിക്കുന്ന നിലപാട് എനിക്കില്ല. കറണ്ട് പോകുന്നതിനെ ന്യായീകരിക്കുന്ന നിലപാടില്ല. താങ്കൾ കുറെ നേരമായി ചോദിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ സൗജന്യ ബസ് യാത്ര നടപ്പാക്കിയത് നല്ലതല്ലേ? ആശാ വർക്കർമാർക്ക്, അംഗൻവാടി ടീച്ചർമാർക്കും ഓണറേറിയം വർദ്ധിപ്പിച്ചത് നല്ലതല്ലേ? ഓപ്പറേഷൻ തൂഫാൻ നല്ലതല്ലേ? 100-ൽ 100 മാർക്ക്. താങ്ക് യു. ഇനി കറണ്ട് കട്ടിനെ കുറിച്ച് പറയാം. കേരളത്തിൽ മുൻകാലത്തില്ലാത്ത അത്ര വലിയ മഴ ലഭ്യതയുടെ കുറവ് നമ്മൾക്ക് നോക്കുമ്പോൾ നമ്മുടെ പ്രദേശത്ത് മഴ പെയ്യുന്നുണ്ടെങ്കിലും ഡാമുള്ള പ്രദേശത്ത് മഴ പെയ്യുന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ ഡാമുകളിൽ വെള്ളത്തിന് ദൗർബല്യമുണ്ടാകുന്നു. കറണ്ടിന്റെ വലിയ രീതിയിലുള്ള ഉപയോഗം വർദ്ധിക്കുന്നു. കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വൻതോതിൽ ഉപഭോഗം വർദ്ധിക്കുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വൈദ്യുതിയുടെ അപര്യാപ്തത ഉണ്ടാകും. പക്ഷേ അതിന്റെ പേരിൽ 60 ദിവസം മാത്രം കാലാവധി ആയിട്ടുള്ള പറഞ്ഞു. ഞാൻ മൊബൈലിൽ അർജന്റീനയുടെ ഫൈനൽ കാണുന്നു. മൊബൈലിൽ ചാർജ് ഇല്ലെങ്കിലോ? ചാർജ് ചെയ്യാൻ കറണ്ട് വേണ്ടേ? അതവിടെ നിൽക്കട്ടെ, അതല്ലല്ലോ. ഇപ്പം എപ്പോഴാണ് കറണ്ട് പോവുക? അപ്പൊ നമുക്ക് മനസ്സിലായി എല്ലിനോ പ്രതിഭാസം, മഴ കിട്ടുന്നില്ല, എല്ലാ കാര്യങ്ങളും ഉണ്ട് ഒരു ഭാഗത്ത്. പക്ഷേ ഇത് എപ്പോഴാണ് കറണ്ട് പോവാന്ന് അറിയിച്ചൂടെ? അതൊരു മിനിമം കാര്യല്ലേ? അത് അല്ല, ആ പറഞ്ഞ ന്യായം നമ്മൾ ഈ പറഞ്ഞ പോലെ എൽ നിനോ പ്രതിഭാസം, പാരിസ്ഥിതിക പ്രശ്നം, ജലലഭ്യതയുടെ കുറവ്, കറണ്ടിന്റെ അമിത ഉപയോഗം ഇതെല്ലാം നിൽക്കുന്നുണ്ട് എന്ന് ആദ്യം സമ്മതിക്കണം. ആദ്യം സമ്മതിച്ചിട്ട് വേണം കറണ്ട് കിട്ടുന്നില്ല, കറണ്ട് കട്ടായി പോകുന്നു എന്ന് പറയാം. അങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ട് അറിയിപ്പോട് കൂടി കട്ട് ചെയ്യുന്നതാണ് യഥാർത്ഥ നല്ല രീതി എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി, ശ്രീ ഷാനിബ്, സ്വാഭാവികമായും താങ്കൾക്ക് വ്യക്തിപരമായ കാര്യത്തിന് പോലും മറുപടി ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ ചോദ്യം ചോദിക്കുന്നില്ല. അല്ല, വ്യക്തിപരമായ കാര്യത്തിന് മറുപടി പറയുന്നില്ല. അത് കേരളം മുഴുവൻ കണ്ട കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഇവിടെ ജിൻഡോ ജോൺ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. PM ശ്രീയുമായി ബന്ധപ്പെട്ട് ജിൻഡോ ജോൺ പറഞ്ഞു എന്തോ വലിയ നിലപാട് സ്വീകരിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ സ്വീകരിച്ച നിലപാട് അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അത് നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ജിൻഡോ ജോൺ ഈ ഗവൺമെൻറ്റിനെതിരാണ്. അതുപോലെ തന്നെ ഈ പ്ലീഡർമാരുടെ നിയമനം അതിൽ ഗവൺമെൻറ്റിനെതിരാണ്. അതുപോലെ തന്നെ വന്ദേ മാതരം ഗവൺമെൻറ്റിനെതിരാണ്. അതുപോലെ തന്നെ സത്യപ്രതിജ്ഞയിൽ ചില വരേണ്യ താല്പര്യങ്ങൾ കടന്നു വന്നത് അതിന് ജിൻഡോ ജോൺ എതിരാണ്. പിന്നെ BJPക്ക് വേണ്ടിയാണ് ഈ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ. ഈ കേരളത്തിൽ BJPക്ക് ആവശ്യമായിട്ടുള്ള നിലമൊരുക്കി കൊടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാണ് RV ബാബുവും ഈ പറയുന്ന ശശികല ടീച്ചറും. ഈ പറയുന്ന ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന സംഘടന BJPക്ക് വേണ്ടിയുള്ള നിലമൊരുക്കി കൊടുക്കുമ്പോൾ RV ബാബുവിനെയും ശശികല ടീച്ചറെയും തൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് സ്വീകരണം കൊടുക്കുന്ന, അതിനുശേഷം വന്നിട്ട് RV ബാബു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഞങ്ങളെ വളരെ അനുഭാവപൂർവ്വം കേട്ടു എന്ന്
എന്ന് പറയുമ്പോൾ ഒരു മരപ്പട്ടിയുടെ വില പോലും കേരളത്തിന്റെ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റിന് കൊടുക്കാത്ത മുഖ്യമന്ത്രിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു മരപ്പട്ടി മൂത്രമൊഴിച്ച കഥ പറഞ്ഞല്ലോ, ആ മരപ്പട്ടിക്ക് കൊടുക്കുന്ന വില പോലും കേരളത്തിന്റെ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റിനോ ജിൻഡോ ജോണിനോ കേരളത്തിന്റെ മുഖ്യമന്ത്രി കൊടുക്കുന്നില്ല. KSUവിലൂടെ വന്ന, യൂത്ത് കോൺഗ്രസിലൂടെ വന്ന, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന VD സതീശൻ കൊടുക്കാത്തതിനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. ഈ പറയുന്ന KSUവിന്റെ നേതാക്കൾ അഭിപ്രായം പറയുന്നുണ്ട്, ജിൻഡോ ജോൺ അഭിപ്രായം പറയുന്നുണ്ട്. അഭിപ്രായം പറയേണ്ടി വരുന്നത് ഇതുപോലെ പാർട്ടിക്കകത്ത് പറയാൻ അവസരമില്ലാത്തത് കൊണ്ടാണ്. എന്നും പറയാനുള്ള ആർജവും ജിൻഡോ ജോൺ ഉണ്ടാകണം. പാർട്ടിക്കകത്ത് നിങ്ങൾക്ക് പറയാൻ എന്തൊരു അവസരമുണ്ടോ? ഏതെങ്കിലും വേദി നിങ്ങൾക്ക് പറയാൻ അവസരമുണ്ടോ? അങ്ങ് തന്നെ പറഞ്ഞതുപോലെ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾ എന്താണെന്ന് അറിയാനുള്ള സൗകര്യമില്ലാത്തത് കൊണ്ട്, സംവിധാനങ്ങളില്ലാത്തത് കൊണ്ട് മാതൃഭൂമി ചാനലിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും വന്ന അഭിപ്രായം പറയേണ്ടി വരുന്നു എന്ന നിങ്ങളുടെ നിവൃത്തികേടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അങ്ങ് അഭിപ്രായം പറയുന്നത് നല്ല കാര്യമാണ്. ആ അഭിപ്രായം പറയേണ്ടി വരുന്നത് ഇതുപോലെ തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് നാട് ഭരിക്കുന്നത് കൊണ്ടാണ്. ഗോൾവൾക്കർക്ക് മുമ്പിൽ കൈകൂപ്പി നിന്ന് വിളക്ക് കൊളുത്തിയ ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, ഗവർണർ വിളിച്ച യോഗത്തിൽ ഇവിടെ പങ്കെടുത്തവർ മാപ്പ് പറയണം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തപ്പോൾ അവർ മാപ്പ് പറയണം എന്ന് പറഞ്ഞ VD സതീശനോട് ഞങ്ങൾ ചോദിക്കുന്നത്, അന്ന് ഗോൾവൾക്കറുടെ മുമ്പിൽ കൈകൂപ്പി നിന്ന് വിളക്ക് കൊളുത്തിയില്ലേ, അതിനങ്ങ് മാപ്പ് പറയാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ്. ഈ KSUവിലെ സംസ്ഥാന പ്രസിഡന്റ് കാണാൻ അവസരം ചോദിച്ചപ്പോൾ നിങ്ങൾ അവസരം കൊടുക്കാതെ RV ബാബുവിന് അവസരം കൊടുത്തില്ലേ, നിങ്ങൾ മാപ്പ് പറയുന്നുണ്ടോ എന്നുള്ളതാണ്. KPCCയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനായ നിയാസ് അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ ആ അഭിപ്രായത്തിന് പുല്ലുവില പോലും കൊടുക്കാതിരുന്നതിന് നിങ്ങൾ മാപ്പ് പറയുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ CPM-മായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ ആ പാർട്ടിക്കകത്താണ് പറയുക, DYFI-യുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ ആ പാർട്ടിക്കകത്താണ് പറയുക. നിങ്ങൾക്ക് പാർട്ടിക്കകത്ത് പറയാൻ അവസരമില്ലാതിരിക്കുമ്പോൾ ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്നത് ആലങ്കാരികമായ ഒരു വാക്കല്ലാതെ അതിനപ്പുറത്ത് നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ അവസരമില്ലാതിരിക്കുന്നു. അതുപോലെ തന്നെ RSSന് മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്ന, അതിന് മുമ്പിൽ നമിച്ചു നിൽക്കുന്ന ഒരാൾ കേരളത്തിന് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഇതുപോലെ മദ്യത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പൊ തീരുമാനമെടുക്കാൻ ADGP-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തീരുമാനമെടുക്കാൻ ഞങ്ങൾക്ക് അങ്ങനെ ചാടിക്കയറി തീരുമാനമെടുക്കാൻ പറ്റുമോ എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചോദിക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി നിശ്ചയിക്കുമ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറിൽ ഫയൽ നീങ്ങിയല്ലോ. ADGP-യുമായി ബന്ധപ്പെട്ട കണ്ണു കലങ്ങി, ആര് പറഞ്ഞതുപോലെ കണ്ണു കലങ്ങി, ഹൃദയം മിങ്ങി, തൊണ്ടയിടറിക്കൊണ്ട് ഞങ്ങളുടെ കുട്ടികളെ തല്ലി എന്ന് പറഞ്ഞിട്ട് കേരളത്തിന്റെ മുന്നിൽ വളരെ വൈകാരികമായി അവതരിപ്പിച്ച വിഷയമാണല്ലോ. ആ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കാനുള്ളത്? ഞങ്ങൾക്ക് വളരെ വേഗത്തിൽ അങ്ങനെ സ്വീകരിക്കാൻ കഴിയും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വ്യക്തിപരമായ താല്പര്യങ്ങളുള്ള RSS താല്പര്യങ്ങളുള്ള കാര്യങ്ങൾക്ക് നടപടിയെടുക്കാൻ അദ്ദേഹത്തിന് സമയം പ്രശ്നമല്ല. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ നടപടിയെടുക്കാൻ സമയം പ്രശ്നമാകുന്നു എന്നുള്ളതാണ്. MR അജിത് കുമാറിന്റെ വിഷയത്തിൽ CPM-ന്റെ നിലപാട് എന്താണ്? അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണമെന്നോ വേണ്ട എന്നാണോ? അല്ല, ഞങ്ങൾ പറയുന്നത് അവരാണല്ലോ നടപടി എടുക്കുമെന്നും ഇത്തരത്തിലുള്ള വിഷയത്തെക്കുറിച്ച് അവരാണല്ലോ പറഞ്ഞത്, ഞങ്ങളല്ലല്ലോ പറഞ്ഞത്. ആ പറഞ്ഞ നിലപാടിൽ ഇപ്പോൾ എന്ത് പറയുന്നു എന്നുള്ളതാണ്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ശരി, അതാണ് ചോദിക്കുന്നത്. PM ശ്രീ വിഷയത്തിൽ എന്താ ഇവരുടെ നിലപാട്? അതുപോലെ തന്നെ ഇടവേള എടുത്ത് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം നമുക്ക്. ശ്രീ MN കാരശ്ശേരി, 1.5 മാസമായിട്ടേ ഉള്ളൂ അധികാരത്തിൽ വന്നിട്ട്. ഒരു ഹണിമൂൺ പീരീഡ് എന്നൊരു പീരീഡ് നമ്മളൊരു സ്വാഭാവികമായും പ്രവർത്തിച്ചു വരട്ടെ, തുടക്കമാണ്. ഇപ്പോൾ കുറേ വിവാദങ്ങളായി, PM ശ്രീ, അതോടൊപ്പം തന്നെ വീര്യം കുറഞ്ഞ മദ്യം, അങ്ങനെ കുറേ വിഷയങ്ങൾ വന്നു. ഇത് കൂടുതലും പ്രതിപക്ഷത്തിൽ നിന്ന് കൂടുതൽ ഇവിടെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെയാണ് ഈ വിമർശനങ്ങൾ ഉയരുന്നത്. നേരത്തെ ശ്രീ ജ്യോതിർഘോഷ് ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്, മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കേണ്ട ആൾ മറ്റൊരാളായിരുന്നു, പക്ഷേ ജനഹിതം പരിഗണിച്ച ആൾ മാറിയതാണെന്ന്. ആ അഭിപ്രായ ഭിന്നതകൾ അല്ലെങ്കിൽ ആ ആലോചനമൊന്നും തീർന്നിട്ടില്ലേ കോൺഗ്രസിൽ? അതാണോ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ പ്രതികരണങ്ങളൊക്കെ? ആര്യ, നിങ്ങൾ ചോദിച്ച മാതിരിയുള്ള ഒരു സംശയം ആളുകൾക്ക് ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. അത് ഒരു ക്രിയാത്മകമായ പാർട്ടിക്കകത്ത് നിന്ന് ഉയർന്നു വരേണ്ട, ഗവൺമെൻറ്റിനെ വിമർശിക്കുന്ന ക്രിയാത്മകമായ വിമർശനം ആയിട്ടല്ല ജനങ്ങൾ മനസ്സിലാക്കുക. ജനങ്ങൾ മനസ്സിലാക്കുക എന്താണെന്ന് വെച്ചാൽ അവരുടെ അധികാര തർക്കത്തിൻ്റെ വിഭാഗീയതയുടെ ആവിഷ്കാരമായിട്ടാണ് മനസ്സിലാക്കുക. അത് വളരെ കഷ്ടമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് അധികാരം കിട്ടി അതിൻ്റെ ചൊരുക്ക് കാണിക്കുക, അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആ അധികാരം തിരിച്ചു പിടിക്കണം എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് ഒരു സംശയം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്,
കേരളത്തിലെ ജനങ്ങൾ വളരെ ജാഗ്രതയോടെ ഇരിക്കുന്നുണ്ട്. അപ്പുറത്ത് വേറെ ഒരു BJP എന്നൊരു സാധ്യത ഉണ്ട്. അതിനെപ്പറ്റി അവർ കരുതിയിരിക്കേണ്ടതാണ്. ക്രിയാത്മകമായ വിമർശനത്തെ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. നേരെ മറിച്ച് മുൻവിധിയോടുകൂടി ഈ സതീശൻ ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്തുക അല്ലെങ്കിൽ അതിൽ തെറ്റ് കണ്ടുപിടിക്കുക എന്ന തരത്തിൽ ഒരു ഭാഗം നിൽക്കുന്നുണ്ടോ എന്ന് സംശയം വരുമ്പോൾ മാത്രമല്ല, അവരുടെ മാത്രം തെറ്റല്ല. അതായത് ഇപ്പോൾ KSU നേതാവിന് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവിന് കാണാൻ അവസരമില്ല എന്ന് വരാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഹിന്ദു ഐക്യവേദി നേതാവിനെ കണ്ടല്ലോ എന്ന് പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും തന്നെ വിമർശനം ഉയരും. അത് വാസ്തവത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചത് എനിക്ക് അറിഞ്ഞുകൂടാ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ ഒരു ജനാധിപത്യത്തിൻ്റെ കരുത്ത് എന്ന് പറയുന്നത് ഏത് ആളെയും ഏത് സന്ദർഭത്തിലും കാണാൻ തയ്യാറാവുന്ന ഒരു അധികാരി ഉണ്ടാവുമ്പോഴാണ്. അത് ഞാൻ ആവർത്തിക്കുകയാണ്. ഉമ്മൻചാണ്ടി അതിൻ്റെ ഒന്നാം തരം ഉദാഹരണമായിരുന്നു. അദ്ദേഹത്തിന് വിശ്രമമില്ല, ഭക്ഷണം കഴിക്കാൻ വൈകിയാൽ പ്രശ്നമില്ല, കിടക്കാൻ സൗകര്യമില്ലെങ്കിൽ ഇരിക്കാൻ സൗകര്യമില്ലെങ്കിൽ പരാതിയില്ല. ആ തരത്തിൽ അത്ഭുതകരമായ രീതിയിൽ ജനങ്ങളെ സ്വീകരിച്ചിരുന്ന ഒരാളാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിൻ്റെ വഴിക്ക് വരുന്ന ഒരാളാണ് VD സതീശൻ. അപ്പോൾ അദ്ദേഹം അത് വളരെ കരുതേണ്ടതാണ്. സ്വന്തം പാർട്ടിക്കകത്തു നിന്നോ മുന്നണിക്കകത്തു നിന്നോ ഇത്തരം വിമർശനങ്ങൾ ഉയരാതെ നോക്കുക എന്നുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ കെട്ടുറപ്പിന് വളരെ പ്രധാനമാണ്. കാരണം പുത്തരിയിൽ കല്ല് കടിച്ചു എന്ന് വരാൻ പാടില്ല. അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ ശാക്തീകരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അഭിപ്രായ ഭേദങ്ങളുണ്ടാവും, അത് പ്രകടിപ്പിക്കണം. അതിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് പുറത്താക്കുക തുടങ്ങിയുള്ള നിലപാടുകൾ പാടില്ലാത്തതാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ടു നടക്കുന്ന തരത്തിലുള്ള അച്ചടക്കം എല്ലാ പാർട്ടിക്കും ആപത്തായിരിക്കും. അതിപ്പോൾ നേരത്തെ ജിൻഡോ ജോൺ പറഞ്ഞ മാതിരി ഈ DYFIയിലോ SFIയിലോ ഉള്ള ആളുകൾ കഴിഞ്ഞ 10 കൊല്ലക്കാലം പിണറായി സർക്കാരിനെതിരായിട്ട് അകത്തോ പുറത്തോ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അവർ ഈ തരത്തിൽ ദുർബലപ്പെട്ടു പോവുകയില്ലായിരുന്നു എന്നുള്ളത് വളരെ ശരിയായ ഒരു കാര്യമാണ്. പക്ഷെ അതിനും ആ വിമർശനത്തിലുള്ള ഒരു കാര്യം വെച്ചാൽ അതിൻ്റെ ഉള്ളടക്കം എന്താണെന്നുള്ളതാണ് പ്രധാനം. ആ ഉള്ളടക്കം അവർ ഉദ്ദേശിക്കുന്ന അളവിലുള്ള ഗൗരവം അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതാണോ അല്ലേ, അല്ലെങ്കിൽ വെറും ചൊരുക്ക്, അതായത് മനസ്സിനകത്തെ കയ്പ് ആവിഷ്കരിക്കുന്നതാണോ എന്ന് ജനങ്ങൾ കരുതിയിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി ഒരു ജാഗ്രത വേണം. ആ വിമർശനങ്ങളെ പറ്റി ഒരു സ്വയം ഒരു വിലയിരുത്തൽ നടത്തിയിട്ട് വേണം എന്നാണ് ഞാൻ പറയുക. ശരി, ശ്രീ ജ്യോതിർ ഘോഷ് നോക്കൂ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് പകരം ആരാകും പുതിയ KPCC അധ്യക്ഷൻ? ചർച്ചകൾ നടക്കുകയാണ്. അതായത് ഇപ്പോൾ UDF യോഗം പോലും ചേരുന്നില്ല. അപ്പോൾ സർക്കാരിനെ തിരുത്തണമെങ്കിൽ, തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ UDF യോഗം ചേരാൻ കഴിയുന്നില്ല. കാരണം KPCC അധ്യക്ഷൻ ആരാണെന്ന് തീരുമാനിച്ചിട്ടില്ല. ഒരു പുതിയ പല പേരുകൾ കേൾക്കുന്നുണ്ട്. പുതിയ KPCC അധ്യക്ഷൻ വന്നാൽ കുറച്ചുകൂടി കാര്യങ്ങൾ എന്താകുമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും KPCCക്ക് അധ്യക്ഷനില്ലാത്തതിൻ്റെ ഒരു പോരായ്മ ഇപ്പോൾ നമ്മൾ അനുഭവപ്പെടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു സംഘടനയ്ക്കൊരു നാഥനില്ലായ്മ പ്രായോഗികമായിട്ട്. കാരണം പ്രസിഡന്റ് ഇപ്പോൾ മന്ത്രിയും കൂടെയാണ്, അദ്ദേഹത്തിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടാവും. അതെന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളതിൻ്റെ ചോദ്യത്തിന് ഉത്തരം പോലും നമ്മൾ ഈ ചർച്ചയ്ക്കെടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അത് സംഘടനയ്ക്കകത്തവർ നേരിടുന്ന ചില വിഷയങ്ങളുണ്ടാകാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കാണുന്നത് ഇപ്പം രമേശ് ചെന്നിത്തലയും ഇപ്പോൾ VD സതീശൻ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ നമ്മുടെ സമീപ ദശകങ്ങളിൽ വന്ന ഒരു ഗ്രൂപ്പില്ലാതെ വന്ന ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ്. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം ആ കസേരയിൽ തുടരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഗ്രൂപ്പ് ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്നൊരവസ്ഥ ഇപ്പോൾ സംജാതമായിരിക്കുന്നു. ഇപ്പോൾ നമ്മളിവിടെ കാണേണ്ട ഒരു സംഗതി, ഇപ്പം അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു. പിന്നെ RV ബാബു ശശികലയും കണ്ടു, അവർ നിവേദനം കൊടുത്തു, പരിഗണിക്കാമെന്ന് പറയുന്നു. ഇപ്പോൾ അലോഷ്യസ് സേവ്യർ കൊണ്ടുകൊടുക്കുന്ന നിവേദനം എന്തായിരിക്കും? മുഖ്യമന്ത്രിയുടെ നടപടി തെറ്റാണ്, നിങ്ങൾ തിരുത്തണമെന്നാണ് പറയുന്നത്. അത് എങ്ങനെ പരിഗണിക്കാൻ കഴിയും? അവിടെയാണ് ഇതിൻ്റെ രാഷ്ട്രീയം കാണേണ്ടത്. അപ്പോൾ ഉദാഹരണത്തിന് ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രീയം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ഒരു പക്ഷേങ്കിൽ മുഖ്യമന്ത്രി സതീശൻ അതിന് അനുവാദം കൊടുക്കാതിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും ഈ സംഘടനയ്ക്കകത്തുള്ളിലുള്ള ഈ പ്രശ്നങ്ങൾ, അതായത് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് സമയത്ത് കണ്ടതിൻ്റെ ഒരു തുടർച്ച ഇപ്പോൾ അതിശക്തമായിട്ട് പാർട്ടിയിലേക്ക് നീളുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പുറത്തേക്കുള്ള പ്രതിഫലനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അനുരണനങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അത് പരിഹരിക്കേണ്ട ഒരു ദൗത്യം എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ ഈ പറഞ്ഞ തുടക്കമാണ്. ഒരു മുഖ്യമന്ത്രിയുടെ അദ്ദേഹം ഇതുവരെ ഉണ്ടായിരുന്ന രീതിയിൽ നിന്ന് വേറൊരു മാറ്റത്തിലൂടെ കേരളത്തിനെ കൊണ്ടുപോകണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ സങ്കല്പമൊക്കെ നമ്മളോട് പങ്കുവെച്ചു. അതിലേക്ക് പരിശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സമയം, അതുപോലെ രാഷ്ട്രീയം നോക്കൽ, ഈ പറഞ്ഞ ഒരു പാർട്ടിക്കകത്ത് നിന്ന് പ്രതിപക്ഷത്തിനേക്കാൾ ഉപരി പാർട്ടിക്കകത്ത് ഒരു ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ ആ അധികാര വടംവലി
നേരിടുക എന്നുള്ളതൊക്കെ വലിയ പ്രശ്നമാണ്. ആ അധികാര വടംവലിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ എങ്ങനെ ഈ വി ഡി സതീശൻ എങ്ങനെ അതിനെ നേരിട്ട് മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ളതനുസരിച്ചിരിക്കും ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ആ ഒരു അധികാര വടംവലിയിൽ തട്ടി നിൽക്കുകയാണ് KPCC പ്രസിഡന്റിൻ്റെ ആ ഒരു തെരഞ്ഞെടുപ്പ് വൈകുന്നതിൻ്റെ ആ ഒരു കാരണം പോലും. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും കെ മുരളീധരനും ഒക്കെ ഒരേ കാഴ്ചപ്പാടിലൂടെ അല്ലെങ്കിൽ ഒരേ ആശയഗതിയിലൂടെ നീങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഒരു പുതിയ ചേരിതിരിവ് നമ്മൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്തും കാണുന്നുണ്ട്. ഒരുപക്ഷെ ആ ചേരിതിരിവിൻ്റെ ഒരു ബലം പിടുത്തത്തിൽ അല്ലെങ്കിൽ ആ ബല പരീക്ഷണത്തിലായിരിക്കാം ഒരുപക്ഷെങ്കിൽ ഇപ്പോൾ ഈ KPCC പ്രസിഡന്റിൻ്റെ തീരുമാനം വൈകാനും കാരണം. രണ്ടായാലും വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹം നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് പാർട്ടിക്കകത്തു നിന്നായിരിക്കും. പ്രതിപക്ഷം ഒരുപക്ഷെ രണ്ടാമത് വി എം സുധീരൻ KPCC അധ്യക്ഷനായിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി എത്രത്തോളം പ്രയാസങ്ങൾ അനുഭവിച്ചു എന്നുള്ളത് രാഷ്ട്രീയ കേരളത്തിന് ഓർമ്മയുള്ള കാര്യമാണ്. അപ്പോൾ പുതിയ KPCC അധ്യക്ഷൻ വരുമ്പോൾ സുഗമമായിരിക്കുമോ വി ഡി സതീശന്റെ മുന്നോട്ടുള്ള വഴി എന്ന ചോദ്യമുണ്ട്. ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ ശബ്ദങ്ങൾ, വിമർശനങ്ങൾ ഉയരുകയാണ്. അത് തിരുത്തലാണോ, അതോ തിരുത്താൻ ശ്രമിക്കുകയാണോ, അതോ പവർ ഗ്രൂപ്പ് ആണോ എന്നുള്ളതാണ് ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ പാനലിസ്റ്റുകൾക്കും വളരെയധികം നന്ദി. ചർച്ച കണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും.